സൗണ്ട് കേട്ടെ? അടുക്കളയിലാണോ? പൂച്ച പാത്രം വല്ല തെള്ളിയുടെ സൗണ്ടാണോ? അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ. ഓ ഈ അമ്മ ഇനിയാണെങ്കിൽ ആന ഇളകി വന്നാൽ പോലും എഴുന്നേക്കത്തില്ല. എന്തൊരു ഉറക്കം ഇത്. ഓ പേടിയായിട്ട് വയ്യ. എന്റെ പ്രേതം വല്ലതാണോ അറിയത്തില്ലല്ലോ. എന്തൊരു സൗണ്ട് എന്തായാലും കേട്ടത്. ആ എന്തെങ്കിലും ആവട്ടെ, ഞാൻ കിടന്നുറങ്ങാൻ പോവാം. ഇതെന്തോ അന്തരീക്ഷത്തിൽ ഒരു വടി നിൽക്കുന്നത്. ഇത് അനങ്ങുന്നുണ്ടല്ലോ. അയ്യോ ദേ ഇത് എന്റെ നേരിട്ട് വരുന്നത്. അയ്യോ എന്തോ മരമായത്. അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യ. ഈ വടി എന്ത് കിടന്ന് കറങ്ങുന്നത്. ഹോ ഇപ്പൊ അതിന്റെ കറക്കം നിന്നെത്താലും ഈ വടി ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ അമ്മച്ചി എന്റെ മൂക്കിലിട്ട് കിട്ടിയല്ലോ. അമ്മ ഒന്ന് എഴുന്നേറ്റമ്മേ. അമ്മ നേരെ വടി ഇവിടെ നിൽക്കുന്നു. എന്റെ മൂക്കിലിട്ട് കിട്ടി. അമ്മ എഴുന്നേറ്റമ്മേ. അയ്യോ വടി വീണ്ടും കിടന്ന് കറങ്ങുന്നു. അയ്യോ എനിക്ക് ഇനിയും കിട്ടുമെന്ന് തോന്നുന്നു. വീണ്ടും അത് എന്റെ നേരെ തന്നെ നിൽക്കുന്നേ. ഓ ആദ്യം അത് അങ്ങോട്ടങ്ങോട്ടങ്ങ് പോവാ. ഓ രക്ഷപ്പെട്ടു. അയ്യോ അമ്മേ. അയ്യോ ഞാൻ തലയായിട്ട് നിൽക്കുന്നു. അയ്യോ ഞാനിത് എങ്ങോട്ടാ പോകുന്നത്. അയ്യോ ഈ ശ്വാസം പോലും എടുക്കാൻ വയ്യ. ഇതെന്തിനെ തല കീഴാക്കി ഇട്ടേക്കുന്നതന്നെ. ഇത് ഏത് പ്രേതത്തിന്റെ കളിയാണ്. പിന്നെ തുടങ്ങി വടിക്ക് കറക്കം. അയ്യോ ഓ ഈ പ്രാവശ്യം എന്റെ വായ്ക്കകത്ത് തന്നെ കിട്ടി. അമ്മ തലകീഴായിട്ട് നിൽക്കുന്നു. ദൈവമേ ഈ തലകീഴായിട്ട് നിന്നിട്ട് പോലും അമ്മ അറിയുന്നില്ല. എന്തൊരു ഉറക്കമായി അമ്മ. അമ്മേ അമ്മേ ഇപ്പൊ വിളിച്ചിട്ടും കാര്യമില്ല. അമ്മ മിക്കവാറും തലകുത്തി താഴെ കിടക്കും. ഞാനും താഴെ താഴെ വീഴുമല്ലോ ഇപ്പൊ. അയ്യോ എന്തൊരു ഉറക്കം വരുന്നു. ഹായ് ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കാം ആദ്യം. അപ്പ പറയും ഗുഡ് മോർണിംഗ് എന്ന്. അയ്യോ ഇതെങ്ങനെ ഞാൻ തലകീഴായിട്ട് നിൽക്കുന്നേ. അമ്മേ അമ്മേ ദേ പിന്നെ ഉറങ്ങി. ബോധം പോയതൊന്ന് പേടിച്ച്. ഓ തുടങ്ങി വടി പിന്നെയും കിടന്ന് കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങി കഴിയുമ്പോ എനിക്ക് ഇടി കിട്ടുന്നത്. നീ അടുത്ത എന്നെ ഇടിക്കാനുള്ള പരിപാടി ഇത് എവിടെ ഇനിയും കിട്ടാൻ പോകുന്നത് എനിക്കിട്ട്. വടി പോയല്ലോ. ഓ ഭാഗ്യം. ഇനി ഇടി പേടിക്കണ്ട. ഞാൻ കുറച്ച് താഴോട്ടായല്ലോ. കുറെ കൂടെ താഴെയായി. ഓ എന്റെ കാര്യം സേഫ് ആയി തോന്നല്ലോ. ഇനി അമ്മയുടെ കാര്യം എങ്ങനെയാന്ന്. അമ്മ തലകീഴായിട്ട് കിടക്കുക വീണ്ടും. ഓ ഞാൻ എന്തായാലും നേരെ ആയല്ലോ. അമ്മ ഇനി എങ്ങനെ രക്ഷിക്കും. അമ്മ താഴെ വരുന്നത്. ഓ അമ്മ ഇത്ര താഴെ വന്നല്ലോ. ഓ ഭാഗ്യം. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും. അതൊക്കെ ഒരു സൗണ്ട് കേട്ടത്. അയ്യോ എന്താ അത്. Where are you? Do you want to play hide and seek? I see you. അയ്യോ അയ്യോ എനിക്ക് പേടിച്ചിട്ട് നാക്ക് പോലും അനക്കാൻ വയ്യ. അയ്യോ ഇത്രയും നേരം അപ്പൊ ഇവിടെ പേടിപ്പിച്ചോണ്ട് നടന്നത് ആ ഗ്രാനിയായിരുന്നോ. അയ്യോ ഞാനിപ്പോഴാണ് അതിനെ അറിഞ്ഞത്. ഹൈഡ് ആൻഡ് സീക്ക്. അമ്മേ അമ്മേ ഗ്രാനി വന്നമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ ഇനിയെങ്കിലും. ഓ ഈ കട്ടിലിടിക്കാൻ വിളിക്കുന്നത് നല്ലത്. അമ്മയെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഹൈഡ് ആൻഡ് സീക്ക്. ഗ്രാനി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഒളിച്ചിരിക്കാം. ടേക്ക് ഹൈഡ് ആൻഡ് സീക്ക്. ഒളിച്ച് നോക്കട്ടെ. ഗ്രാനി ഇങ്ങോട്ട് വന്നു നോക്കട്ടെ. അയ്യോ അവരാ കണ്ണടിക്കകത്തൊന്ന് പുറത്ത് ചാടി തോന്നുന്നു. ഓ ഇതെന്ത് വൈത് കൊച്ചു എന്താ ബഹളം. ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ. നീ കൊച്ചടി എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലടി. ഗ്രാനിയോ? അയ്യോ അയ്യോ പോയി പോയി. അമ്മയുടെ ബോധം വീണ്ടും പോയി ഗ്രാനിയെ കണ്ടിട്ട്. ഇനി ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ ഓടി രക്ഷപ്പെടാം. അയ്യോ ഓടിക്കോ. ഹൈഡ് ആൻഡ് സീക്ക്. അയ്യോ അയ്യോ ഹോണിയോടെ അണക്കുന്നേ. എടിക്ക് ഇങ്ങനെ വാ തുറന്നേ. എടി കൊട്ടു. എടാ എടി കൊട്ടൂന്ന്. എടാ കൊട്ടു. എടാ ഒന്ന് വാ തുറക്കടാ. പേടിയായിട്ട് വയ്യ. കോളിംഗ് ബെല്ല് നോക്കിയിട്ട് കാണാനുമില്ല. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. എടി ഇങ്ങനെ ഇതെന്താ ഈ അമ്മയുടെ പാതിരാത്രിക്ക്. ഞാൻ വിശേഷം പിന്നെ പറഞ്ഞു എന്നെ അകത്ത് കേട്ടാ ആദ്യം. നീ കേറുവാ. എന്ത് പറ്റി? ഇനി പറയണേ എന്താ കാര്യം. എടി എന്റെ വീട്ടിലാണെങ്കിൽ ഗ്രാനി വന്നടി. അയ്യോ ഗ്രാനിയോ? എന്താ ഇവിടെ പ്രശ്നം? ഓ ഇത് ഈ കിങ്ങിനെ എന്ത് കാണിച്ചു വെച്ചേക്കുന്നേ. എന്താടി വേണ്ട കിങ്ങിന് നീ ഈ ഡ്രസ് ഇട്ടേക്കുന്നത്? അയ്യോ അമ്മ അതാണെങ്കിലേ ഞാനാണെങ്കിൽ എന്റെ കൂട്ടുകാരിയുടെ നാത്തൂന്റെ കല്യാണത്തിന് പോകുന്നുണ്ട്. അതുകൊണ്ടേ ഡ്രസ് ഒന്ന് വെറുതെ ഇട്ട് നോക്കിയത്. നാളെ പോകുമ്പോൾ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിട്ട്. നല്ല ഡ്രസ് സൂപ്പർ. ഓ ഇതായിരുന്നു ഇവിടെ പ്രശ്നം. ആഹാ അതിനെന്താ അമ്മണിമോളം തന്നെ വന്നേ. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ വീട്ടാണെങ്കിൽ ഗ്രാനി കേറി. ഗ്രാനിയോ? അതാരീ ഗ്രാനി. അയ്യോ അമ്മയ്ക്ക് അറിയത്തില്ലേ ഗ്രാനിയെ? എന്താ ചേട്ടാ ചേട്ടൻ അറിയോ ഗ്രാനിയെ? എന്തോ പറയുവാടി. ഗ്രാനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അയ്യോ അത് കോതാളത്തിൽ പെടുന്ന ഒരു സാധനം വന്ന് ഗ്രാനി.
എന്റെ ദൈവമേ, ആ സാധനം അമ്മയുടെ വീട്ടിൽ വന്നോ? ആ അതെ ആന്റി, ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ സാധനം. അമ്മ ഞാൻ ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോഴാണ് എനിക്ക് സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റത്. എന്നിട്ടാണെങ്കിൽ അമ്മ ഞാൻ ആകെന്ന് വിളിച്ചിട്ട് അമ്മ എഴുന്നേക്കത്തില്ല, പോത്ത് പോലെ കിടന്ന് ഉറങ്ങും അമ്മ. പിന്നെ ആണെങ്കിൽ ഡാനിക്കാണെങ്കിൽ ഒരു വടിയുണ്ടേ, ആ വടിയിട്ടാണെങ്കിൽ എന്റെ മൂക്കിനും കിട്ടി എന്റെ വായിക്കും കിട്ടി ഈ നല്ല ഇടി. ഗ്രാനി വടിയിട്ട് അടിച്ചോ മോളെ? ഇല്ല, ആ സമയത്ത് ഗ്രാനിയെ കണ്ടില്ല. ആ സമയത്താണെങ്കിൽ ഞാൻ വടി മാത്രമേ ഉള്ളായിരുന്നു. വടി മാത്രം ഇങ്ങനെ വന്ന് എന്നെ ഇടിക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്നെ അമ്മയും കൂടെ ആണെങ്കിൽ തലകീഴായിട്ട് കെട്ടിത്തൂക്കി മുകളിലോട്ടായി ഞങ്ങൾ എന്നിട്ട് പറന്നുപോയി തലകീഴായിട്ട്. എന്നിട്ട് അവിടെ ചെന്ന് എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടിയത് ആ വടിയും കൊണ്ട്. ഓ പിന്നൊന്നും പറയണ്ട. അത് കഴിഞ്ഞ് പിന്നെ ആ വടി കാണാനില്ലായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ എങ്കിൽ പറന്ന് താഴെ ഇറങ്ങി. പക്ഷെ അന്നേരം ഒന്നും അമ്മ എഴുന്നേറ്റില്ല. അയ്യോ, എന്നിട്ട് അമ്മ എത്തിയ മോളെ? എന്നിട്ട് ഇത് കേൾക്കാം ആന്റി. എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് സൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ എന്താ പറയുക, ഗ്രാനി ഇവിടെ നിൽക്കുന്നത് നേരിട്ട് ഞാൻ കണ്ട്. പെട്ടെന്ന് ഞാൻ ഈ കട്ടൻ്റെ അടി ചാടി കയറി. എന്നിട്ടാണെങ്കിൽ ആ ഗ്രാനി നടന്ന് അടുത്ത് എൻ്റെ അടുത്ത് വന്നു. ഓ എന്നിട്ടാണെങ്കിൽ ആ വടിയും കൊണ്ടൊന്നും ചെയ്തില്ല. അന്നേരം ഞാൻ പിന്നെ നോക്കിയപ്പോൾ അമ്മ എന്നിട്ട് ചാടി എഴുന്നേറ്റ് എന്തോ ചോദിച്ചിട്ടുണ്ട്. അന്നേരം അമ്മ കണ്ട് ഗ്രാനി കണ്ട്. എന്നിട്ട് അമ്മയുടെ ബോധം പോയി പെട്ടെന്ന് ഇത് ഗ്രാനി കണ്ടിട്ട്. ഞാൻ ആ സമയം ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. അയ്യോ, നിങ്ങളുടെ അമ്മയുടെ കാര്യം കഷ്ടത്തിലാണല്ലോ. നിങ്ങളുടെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടില്ലേ വന്നു ആ ഗ്രാനി എടുത്ത്? ചേട്ടൻ ഒരു കാര്യം ചെയ്യും ചേട്ടാ, ചേട്ടൻ വേഗം അങ്ങോട്ട് ചെല്ല്. ഞാൻ വരണ അച്ഛാ കൂട്ടിന്. എന്തോ പറയാ മോളെ കിങ്ങിണി? ആ ഗ്രാനിന്ന് കുറച്ച് സാധനം ഏറ്റ സാധനമാണ്. മോക്കറിയത്തില്ല. ചേട്ടാ ഇപ്പൊ അമ്മണി കണ്ടതല്ലേ ഉള്ളൂ. അയ്യോ നമുക്കാരും ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ അതിനെ ടോർച്ച് കൊണ്ട് പോയിട്ട് വരാം കേട്ടോ. നിങ്ങൾ അവിടെ നിൽക്ക്. ഓ ഇതെന്തോ നല്ല മഴ പെയ്യുന്നത്. സ്റ്റാർസ് തമ്മിൽ ഇഷ്ടംപോലെ ഇല്ല ആകാശത്ത്. നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. ഇതെവിടെ നീ മഴ പെയ്യുന്നത്? ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് ഇത്. അയ്യോ എന്റെ കാല് തൊട്ടിയിരിക്കുന്നേ. അയ്യോ കാലെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ വരുന്നില്ലല്ലോ കാല്. എന്താ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്? ചക്കരപ്പം എല്ലാം കിടപ്പുണ്ടായിരുന്നു. ഓ രക്ഷപ്പെട്ട്. ഓ എന്ത് പറ്റിയത് ഇങ്ങനെ മുട്ടിയത് കാല്? സമയം കളയാതെ പെട്ടെന്ന് അമ്മണിയുടെ വീട്ടിലോട്ട് പോകാം. അമ്മണിയുടെ അമ്മേ, ശാന്ത ചേച്ചി, ശാന്ത ചേച്ചി. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓ ആ അമ്മ എങ്ങോട്ട് കൊണ്ടുപോയി എന്താ ഗ്രാനി? എന്നാലും എവിടെ പോയി ഇവർ അമ്മ? ഓ നീ കിടക്കുന്നത് തലകീഴായിട്ട്. അയ്യോ കഷ്ടം തന്നെ ഇവരുടെ കാര്യം. ഓ ഞാനിപ്പോ വന്നില്ലാന്നെങ്കിൽ ഇവരിപ്പോ തല കുത്തി താഴെ വീണല്ലോ. അമ്മണിയുടെ അമ്മേ. അയ്യോ, ഇതാരാ എന്നെ അടുത്തേക്കുന്നത്? ഓ കൊടുക്കത്ത വെയിറ്റ്. അയ്യോ, ഇതാരാ? കിങ്ങിണിയുടെ കച്ചനോ? ഇതെന്താ ഇവിടെ? എന്റെ മോളെത്തി അമ്മണി. ശാന്ത ചേച്ചി പേടിക്കണ്ട. ശാന്ത ചേച്ചി പെട്ടെന്ന് ഞങ്ങളെ വീട്ടിലോട്ട് വരാൻ നോക്ക്. കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. എന്റെ മോളെത്തിന്ന് പറ. അവിടെ എവിടെ പോയി അമ്മണി? അയ്യോ അത് നോക്ക് പേടിക്കണ്ട ശാന്ത ചേച്ചി. ഞങ്ങളുടെ വീട്ടിലുണ്ട് അമ്മണി. വാ വേഗം ചേച്ചി അങ്ങോട്ട് വരാൻ നോക്ക്. Where are you? Do you want to play hide and seek? I see you. ശാന്ത ചേച്ചി ഉള്ള സമയം ഓടിക്കോ. അമ്മണി തന്നെ നിന്റെ അമ്മ വന്ന്. അമ്മണി മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ എനിക്കതേ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ശാന്ത ചേച്ചിക്ക് ഇത്രയായിട്ടോ കാര്യം മനസ്സിലായില്ലേ? നമ്മൾ കേട്ടില്ലേ അവിടെ വെച്ചാ ഗ്രാനിയുടെ സൗണ്ട്? ഗ്രാനിയോ? അയ്യോ ഗ്രാനിയായിരുന്നല്ലേ അത്? എന്താ മോളെ, എന്താ സംഭവിച്ചത് ഗ്രാനി വന്നിട്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. പക്ഷെ ഞാനെങ്കിൽ തലകീഴായിട്ട് കിടക്കുമായിരുന്നു. മധു വന്നിട്ടാ എന്നെ എനിക്ക് പിടിച്ചിറക്കിയത്. അയ്യോ ശാന്തി ചേച്ചി തലകീഴായിട്ട് കിടക്കുമായിരുന്നോ? അത് ഗ്രാനി നോക്കി ഇട്ടതായിരിക്കും. ഓ മധു വന്നില്ലാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടേനെ? എങ്ങനെ മോളെ ഗ്രാനി വന്നാക്കാം? മോള് പറ, എന്തൊക്കെയാ അവിടെ സംഭവിച്ചത്? എന്റെ ദൈവമേ, ഇതൊക്കെ സംഭവിച്ചു അവിടെ? അയ്യോ ഗ്രാനി വലിയ ശല്യമായി മാറിയല്ലോ. ഇതെങ്ങനെ ഗ്രാനി അവിടെ കയറി വന്നത്? ഇതുപോലെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നേരത്തെ ഗ്രാനി കയറിയിട്ടുണ്ട്. ആ ശരി. എന്നിട്ട് ഗ്രാനി ആണെങ്കിൽ അവരുടെ വീടിനാണെങ്കിൽ തീയിട്ടായിരുന്നു. ഗ്രാനി എങ്കിൽ ആ വീടിന് തീ വല്ല ഇടുവോ? അവിടെ നിപ്പുണ്ടായിരുന്നില്ലേ മധു നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോഴ്? ഓ അങ്ങനൊന്നും പേടിക്കണ്ട ശാന്ത ചേച്ചി, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. എന്തായാലും ചേച്ചി നാളെ തന്നെ ഒരു കാര്യം ചെയ്യും. നാളെ ഒരു ജ്യോതിഷനെ കാണും. എന്നിട്ട് അതിനുള്ള പരിഹാരം കാണും പെട്ടെന്ന്. ആ അത് ശരിയാ പറഞ്ഞത്. നാളെ തന്നെ ജ്യോതിഷനെ കാണണം കേട്ടോ ചേച്ചി. ഞാൻ നാളെ തന്നെ ജ്യോതിഷനെ കാണുന്നിട്ട് അതിനുള്ള പരിഹാരവും കാണും. ശാന്ത ചേച്ചി അമ്മണി ഇന്ന് ഇവിടെ കിടന്നു കേട്ടോ. പിന്നെ അല്ലാതെ അവര് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂടി. ഞാൻ അവരെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുപോകുന്നതല്ലേ. ചേച്ചിയൊക്കെ അതേ അപ്പുറത്തെ റൂമിൽ കിടന്നു. ഇതേ തൊട്ടപ്പുറത്ത് കാണുന്ന റൂമില്. അവിടെ AC ഉണ്ടോ? ഭയങ്കര ചൂടാണല്ലേ ഇവിടെ. ശരി, ഞങ്ങളുടെ വീട്ടിൽ പിന്നെ AC ഉള്ളതുകൊണ്ടാണെങ്കിലേ ഈ ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഓ വെറുതെ അല്ലല്ലേ ഗ്രാനി അവരുടെ വീട്ടിൽ ചെന്ന് കയറിയത്. ഈ അമ്മണിക്കും അമ്മയ്ക്ക് എന്തോ പൊങ്ങച്ചോ ഇത്. AC ഉണ്ടായിരുന്നു, അതാ എനിക്ക് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക ചേച്ചി. ഇപ്പൊ ഇനിയിപ്പോ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കിടക്ക്. ആ ശരി ശരി. നല്ല മെത്തയൊക്കെയാണോ അവിടെ? മെത്തയൊന്നും കുഴപ്പമില്ല ചേച്ചി. നല്ല വധുവതാന്ന് നിൽക്കുന്ന മെത്തയാ. എന്നാ ശരി, ഞങ്ങൾ കിടക്കട്ടെ. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ ഇറങ്ങിയോ? ആ അമ്മൂമ്മ നേരത്തെ കിടന്നായിരുന്നേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സമയം എത്രയെന്ന് വിചാരിച്ചിട്ടാ. സമയമാണെങ്കിൽ 1 മണിയാറായി. എന്നാ ചേച്ചി മോളും കിടന്നു. അങ്ങളെ ഞാൻ കാര്യം പറയട്ടെ. നാളെ ആണെങ്കിൽ ജ്യോതിഷനെ വിളിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? ജ്യോതിഷനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
എന്റെ കൂട്ടുകാരുടെ അച്ഛനുണ്ടല്ലോ, അച്ഛനാണെങ്കിൽ പള്ളിയിലച്ഛനാ. അപ്പൊ ആണെങ്കിൽ പള്ളിയിലച്ഛനായതുകൊണ്ടാണെങ്കിൽ ഈ പ്രേതങ്ങളെയൊക്കെ ഓടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരുടെ അച്ഛനെ വിളിച്ചാ പോരെ? ആ എനിക്ക് അത് മതി മോളെ. എടി അമ്മണി, നീ ഞങ്ങളോട് വന്ന് കിടക്കടി. അവിടെ സ്പ്രിംഗ് മാട്രസസ് ഉണ്ടോ? ആ ഉണ്ട് ചേച്ചി, പോരെ. ആ എന്നാ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പുറത്തെ മുറി കിടന്നോളാം. കൊതിയിൽ ചെല്ലുമല്ലോ ഉണ്ടോ ഇവിടെ? കൊതുവല്ല കേട്ടാ അമ്മണി. ഓ എന്നാലും അവരുടെ വീട്ടിൽ ഇങ്ങനെ ഗ്രാനി കയറി ചെല്ലുമെന്ന് നമ്മൾ വിചാരിച്ചില്ലേ ഏട്ടാ? ശരിയാണ്, ഇത് ആദ്യമായിട്ടുള്ള അനുഭവമല്ലേ? അയ്യോ എന്റെ പൊന്നി, ഞാനിതിൽ ഒരുപോലെ കണ്ണുറങ്ങിയില്ല. ആ ശരിയാടി അമ്മണി, ഗ്രാനിയെ പേടിച്ച് നീ ഉറങ്ങത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. ഗ്രാനിയെ പേടിച്ചോ? ഗ്രാനിയെ പേടിച്ചൊന്നുമല്ല ഞാൻ ഉറങ്ങാഞ്ഞത്. ഓ ഇവിടെ എന്തോ ചൂടും കൊതുകുമായിരുന്നു. കൊതുക് എന്നെ കുത്തി ശരിയാക്കി. ഈ റൂമിൽ കൊതുകൊന്നുമില്ലല്ലോ. ഓ നിങ്ങൾ എങ്ങനെ ഇടുക്കുമുറി കഴിയോ? നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഓ ഇടുക്കുമുറിയോ? ഇതെന്താടി ഇടുക്കുമുറി എന്ന് പറയാൻ കാര്യം? നല്ല വിശാലമായ മുറിയല്ലേ ഇത്? വിശാലമായിട്ടുള്ള മുറിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. അവിടെ എനിക്ക് സുഖിച്ച് കിടക്കാം. അവിടെ കൊതുവില്ല, ഒന്നുമില്ല. ഇവിടെ എന്താ ഈ മുറിക്ക് കുഴപ്പം? ഞങ്ങൾ ഇവിടെ എല്ലാം അടുക്കി പറയൊക്കെ വെച്ചേക്കല്ലേ, പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ കണ്ണു തുറന്നു നോക്കി, ഈ റൂമിന്റെ ഒരു പരുവം കണ്ടോ? എടിക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയി കാണുമോടി? വാ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. എന്റെ ദൈവമേ, നിങ്ങൾ എങ്ങനെ ഈ മെത്തക്കകത്ത് കിടന്ന് ഉറങ്ങുവാ? ഓ എന്റെ എന്തൊരു ദേഹം വേദന, എനിക്ക് അതിൽ കിടന്ന് ഉറങ്ങി. അയ്യോ ശരിയാ, ഞാൻ അവിടുത്തെ മെത്ത കൊള്ളത്തിലായിരുന്നു. ഇവരുടെ കൂടെ ഞാൻ കിടന്നപ്പോഴേ അത് തന്നെയാണോ കൊതു എന്നെ കുത്തി ശരിയാക്കി. മോളെ എല്ലാ വീട്ടിലും ഒരുപോലെ അല്ലല്ലോ, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ രീതിയിലല്ലേ. ഓ എന്നും വെച്ച് ഇങ്ങനെയുണ്ടോ? ഓ നിങ്ങളെ സമ്മതിക്കണം ഇവിടെ താമസിക്കുന്നതിന്. അമ്മണിയുടെ കൂട്ടുകാരനെ അച്ഛനെ വിളിച്ചോണ്ട് പോകാം കേട്ടോ. എന്തായാലും അച്ഛൻ എന്തായാലും നോക്കൂന്നല്ലേ പറഞ്ഞത്? ആ അതെ അതെ, എന്റെ കൂട്ടുകാരുടെ അച്ഛൻ ഫാദറാ, ഞാൻ പറഞ്ഞില്ലേ. പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വരണം, എന്നാലേ പറ്റുള്ളൂ. എന്ന് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ആ ശരി ശരി. അയ്യോ പാവം അമ്മണി ചേച്ചി പോയി കളിക്കായിരുന്നു അമ്മണി ചേച്ചിയുടെ കൂടെ. പിന്നെ പാവം അവള് നമ്മളെ കടന്ന് കുറ്റം പറഞ്ഞ കേട്ടില്ലേ. അമ്മേ ഫാദർ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഈ മുറിയിലാണോ ഗ്രാനി കണ്ടത്? അതെ ഫാദർ, ഈ മുറിയിലാ കണ്ടത്. ആ റീന വന്നായിരുന്നോ? ആ ഇത് ഫാദറിന്റെ മോളാണോ? ആ ഇതെന്റെ മോളാ, അമ്മയുടെ ഫ്രണ്ടാണല്ലോ. ആ അമ്മണി പറഞ്ഞായിരുന്നു ഇന്നലെ. മോളൊന്നും കഴിക്കത്തില്ലേ? എല്ലും തോരും ഉള്ളല്ലോ. അവള് ഫുഡൊക്കെ കഴിക്കും, പക്ഷെ ശരീരത്ത് കാണാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം അവളാണെങ്കിൽ ഡാൻസ്, വലിയ ഡാൻസുകാരിയാ. അമ്മണിക്കറിയാലോ. എന്നെ ഡാൻസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും വഴക്കാം ഡാൻസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. ഡാൻസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഡാൻസ് ചെയ്യണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഗ്രാനി ഏത് ഭാഗത്താ കണ്ടത്? ഫാദറിന്റെ ബാക്കിൽ ഒരു കണ്ണാടി ഇരിക്കുന്നുണ്ടോ? ആ കണ്ണാടിക്കകത്താ ഞാൻ ആദ്യം ഗ്രാനിയെ കണ്ടത്. ഈ കണ്ണാടിയിലോ? ഇതിന്റെ അടുത്ത് നിന്നിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടോ മോളെ? നല്ല ചൂട്. നിങ്ങൾ ഈ കണ്ണാടി നോക്കി റെഡി ആകാറുണ്ടോ? മേക്കപ്പ് ഒക്കെ ചെയ്യും ഇത് നോക്കിട്ട്? ഞങ്ങൾ ഈ കണ്ണാടി നോക്കിട്ട് ഒരുങ്ങുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ കണ്ണാടി നോക്കണ്ട കേട്ടോ. ആ ശരി ഫാദർ. ഇന്നലെ ഗ്രാനിയുടെ ഈ വടി ഉണ്ടായിരുന്നു. വടി ഉണ്ടായിരുന്നോ? അയ്യോ ഫാദറെ, ആ വടി ഇട്ട എന്നെ ഇട്ട് ഉരുട്ടിയത് വിട്ട്. ആദ്യം ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ആ വടി ഇങ്ങനെ കറങ്ങി എന്റെ നേരെ വന്ന് എന്റെ മൂക്ക് ഇട്ടിടിച്ച്, എന്റെ തലയിൽ ഇട്ടിടിച്ച് കുറെ ഇടി കിട്ടി ആ വടിയും കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും ഞാനും ആണെങ്കിൽ കറങ്ങി അങ്ങ് മോളിൽ പോയി. എന്നിട്ടെങ്കിൽ മോളിൽ നിന്ന് താഴോട്ടാണ് ഞാൻ കിടന്നത്. അയ്യോ ഞാൻ വിചാരിച്ച് തലയും കുത്തി താഴെ വീഴുന്നു. ഭാഗ്യത്തിന് പിന്നെ ഒരുവിധം താഴെ എത്തി കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അമ്മ വീണ്ടും പോകുന്നു മുകളിലോട്ട്. ആ സമയത്ത് ഈ ഗ്രാനി വരികയും ചെയ്ത്. ഗ്രാനി വന്നപ്പോഴത്തേക്ക് ഞാനെങ്കിൽ പെട്ടെന്ന് കട്ടിലടി കയറിയപ്പോഴും അമ്മ എന്നാലും പിന്നെ കട്ടിലേ കിടക്കുമായിരുന്നു. അമ്മ എപ്പോൾ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും ഗ്രാനി ഇവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ അമ്മ ബോധം കെട്ടങ്ങ് വീണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രാനി എൻ്റെ നേരെ വരുന്നു. ഞാൻ പിന്നെ എനിക്ക് എന്താ ചെയ്യുക, അപ്പോഴേ സ്ഥലം വിട്ടു വിടുന്നു. ഞാൻ എനിക്ക് ഒരു അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അപ്പം ആണെങ്കിൽ നിങ്ങൾ ഈ മേശപ്പുറത്ത് വയ്ക്കണം, അതായത് ഈ കണ്ണാടിയുടെ നേരെ ഫ്രണ്ടിൽ. എന്നിട്ട് നിങ്ങളാണെങ്കിൽ എന്തോ വാച്ച് ചെയ്യേണ്ടതറിയോ? ഈ അപ്പം കഴിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. അപ്പം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ച്. ഈ ഗ്രാനി ഓരോ പ്രാവശ്യം ഈ വന്ന് അപ്പം കഴിക്കുമ്പോഴത്തേക്ക് ഈ ഗ്രാനിക്കാണെങ്കിൽ ഉള്ള ശക്തി എല്ലാം ചോർന്നു പോകും. അങ്ങനെ പിന്നെ നമുക്കൊരു റിലീഫ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രാനിയെ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ശക്തി കുറയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ ഗ്രാനിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. റീനെ, ആ അപ്പം ഇങ്ങ് എടുത്തേ. ആ അപ്പം നിങ്ങൾ തൊടരുത് കേട്ടോ. നിങ്ങൾ കഴിക്കോ, നിങ്ങൾ സ്പർശിക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഏയ് ഇല്ല ഫാദർ. അച്ഛാ ഇതാ അപ്പം. എടി അമ്മണി, നീ എടുത്ത് കഴിച്ചു കളയല്ലേടി. പോടി, ഞാൻ അപ്പൊക്കെ കഴിച്ചിട്ടേക്കാം. നീ എല്ലാം തോരായിട്ടിരിക്കും, നീ എടുത്ത് കഴിക്കും. മോളെ, ആ അപ്പം ആ ഡെസ്കിലോട്ട് വെച്ചേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. നിങ്ങൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം ഈ അപ്പം ഗ്രാനി കഴിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിക്കാൻ പാടില്ല, നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കുറവ് വരികയാണെങ്കിൽ നമുക്കറിയാമല്ലോ അത് ഗ്രാനി തന്നെ കഴിച്ചിട്ടുണ്ടെന്ന്. ഗ്രാനി കഴിക്കുവാണെങ്കിൽ ഗ്രാനിന്റെ ശക്തി കുറഞ്ഞു വരും. ഇനി ഞങ്ങൾ നാളെ രാവിലെ വരാം കേട്ടോ. ആ ശരി ഫാദർ. എന്നാ പോട്ടെടി അമ്മണി. ശരിയടി റീനെ. നല്ല മണം അമ്മ, അപ്പത്തിന് നല്ല മണം അമ്മേ. കൊതിയായിട്ട് വയ്യ. ഈ അപ്പത്തിന്റെ മണം കേട്ടായിരിക്കും ഗ്രാനി വന്ന് കഴിക്കാൻ പോകുന്നത്. ഓ സൂപ്പർ മണം. നമുക്ക് കുറച്ചെടുത്ത് കഴിക്കാം. ശരി അമ്മേ, കൊതി സഹിക്കാൻ വയ്യ. നീ അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ കുറച്ച് മുറിച്ചു തരാം. കട്ട് ചെയ്തു. എന്താണ് കട്ടിയോ? ഈ അപ്പം നമ്മൾ എങ്ങനെ കഴിക്കാനാ? കരിങ്ങനെ പോലെ ഇരിക്കുന്നു. ഞാൻ തൊട്ട് നോക്കട്ടെ.
എന്തുവാ പെണ്ണെ കട്ടിയെന്ന് പറഞ്ഞ് ഇത്ര വിളിച്ചുകൊണ്ട് ആവശ്യം എന്തുവാ? ആര് പറഞ്ഞു കട്ടിയാന്ന്? അതാണെങ്കിൽ ചുട്ടു പൊള്ളുന്നു. എന്താ നീ പറഞ്ഞ് ചുട്ടു കൊള്ളുന്നോ? ഇത് കട്ടിയല്ലേ പെണ്ണെ? കട്ടിയാന്ന് സോഫ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്ന് തൊട്ടപ്പോഴത്തേക്ക് എന്റെ കൈ ചുട്ടു പൊള്ളുന്ന പോലെ പഴുത്ത്. എന്തേ ഞാൻ നോക്കട്ടെ. അമ്മ തൊടലേ, അമ്മ കൈ പൊള്ളും. എവിടെ അടി ചൂട്? ഇതിനകത്തൊക്കെ ചൂടെന്ന് ഒരു സാധനം ഇല്ല. അതെ കല്ല് പോലെ ഇരിക്കുന്നത്, കരിങ്കല്ല് പോലെ. അയ്യോ, അമ്മയ്ക്കാണെങ്കിൽ ഇത് കരിങ്കല്ല് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല ചൂടാണ്. അമ്മ നോക്കെന്റെ കൈ എന്റെ പഴുത്ത് പൊള്ളിയിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഗ്രാനിക്ക് കഴിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാ. നമുക്ക് എന്തായാലും കഴിക്കണ്ട. നീ എവിടെ തെറ്റിടിയാ ഫാദറിനെ? മനുഷ്യന് വായിക്കത്ത് വയ്ക്കാൻ പറ്റാത്ത അപ്പം കൊണ്ട് വന്നിരുന്നു. സോറി അമ്മേ, ഞാൻ ഇതുപോലെ പച്ചമാരെ കൊണ്ടുവരത്തില്ലേ. ഇനി ഗ്രാനി ഇട്ട് കഴിക്കുന്നത് കഴിക്കട്ടെ. വാ നമുക്ക് പോവാം. Where are you? Do you want to play hide and seek? I see you. അമ്മ, നമുക്കാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് വിളിച്ച് പറയണ്ടേ? ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങുമായിരുന്നു മോളെ. അച്ഛനോട് ഞാൻ വിളിച്ചു പറയട്ടെ. അച്ഛനെന്തായാലും അറിയട്ടെ. ഹലോ ഹലോ, എന്താടി? ചേട്ടാ, ഞാൻ എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഇന്നലെ നടന്നൊരു സംഭവം. പിന്നെ സംഭവം പറയാൻ പറ്റിയ നേരം എടി, എനിക്കിവിടെ ഡ്യൂട്ടിയില്ല. ഞാനിവിടെ ഒട്ടും സമയമില്ല. ചേട്ടൻ ഞാനിന്ന് പറയുന്ന കേക്ക്. ഇവിടെ ആണെങ്കിലേ എടി നീ വെച്ചിട്ട് പോ, ഞാൻ വൈകിട്ടങ്ങനെ വിളിക്കാം. ചേട്ടൻ എപ്പം വിളിച്ചാൽ ഇങ്ങനെ അല്ലേ പറയുന്നത്? ബിസിയാന്ന്. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ സമയമില്ലല്ലോ. ഗൾഫിൽ പോയി കിടക്കുക. എന്തെങ്കിലും കാര്യം അറിയണോ ഞങ്ങളുടെ? എന്നാ പറയുന്നാ? ചേട്ടാ, ഇന്നലെയാണെങ്കിൽ ഈ വീട്ടിലാണെങ്കിലേ ഗ്രാനി വന്ന്. ഗ്രാനിയോ? അച്ഛനെ അറിയത്തില്ലായിരിക്കും അമ്മേ. ഗ്രാനി ആരാന്ന് പറഞ്ഞു കൊടുത്ത്. ചേട്ടന് ഗ്രാനി അറിയാവോ? പിന്നെ ഗ്രാനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോടി? ഇന്നലെയാണെങ്കിൽ ഗ്രാനി കയറി വന്നു ചേട്ടാ. എന്നിട്ടാണെങ്കിൽ മോളെ എന്നെ കൂടെ ആക്കി കെട്ടി തൂക്കിയിട്ട് മുകളിൽ. മോളെ നിന്നെ കെട്ടി തൂക്കിട്ടത് മുകളില്? എന്തോടി പറയുന്നത്? അതെ ചേട്ടാ, സത്യം. മോളാണെങ്കിൽ നേരിട്ട് കണ്ട് ഗ്രാനിയെ. എന്നിട്ട് ഞാൻ പക്ഷെ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. മോളായിക്ക് എന്നെ എത്ര വിളിച്ചിട്ട് ഞാനീ ഉണർന്നില്ല. ഞാനെങ്കിൽ പോത്ത് പോലെ കിടന്നുറങ്ങി. പിന്നെ ഉറക്കത്തിനിടയ്ക്കങ്ങാണ്ട് എനിക്ക് ബോധം വീണ് ഞാൻ നോക്കിയപ്പോഴേക്ക് ഗ്രാനിയെ കണ്ട് ഞാൻ പിന്നെ ബോധം പോയി. അങ്ങനെയാണെങ്കിൽ മോളാണെങ്കിൽ കട്ടിലടി കയറി ഇരുന്ന് ഗ്രാനി എനിക്ക് ഫോളോ ചെയ്ത് നടന്ന്. പിന്നെ മോളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി. മറ്റേ കിങ്ങിണിയൊക്കെ ഇല്ല അപ്പുറത്തെ വീട്ടിലെ, അവരുടെ വീട്ടിലോട്ട് ഓടിപ്പോയി. അപ്പുറത്തെ വീട്ടിലോ? മത്സ്യേട്ടന്റെ വീട്ടിലോ? ആഹാ, എന്നിട്ട് എന്തും അമ്മണി ഒറ്റയ്ക്ക് പോയോ? എന്നിട്ട് നീ എവിടെ കിടന്ന്? ചേട്ടാ, അമ്മണി ആദ്യം ഒറ്റയ്ക്ക് പോയി. അമ്മണിയാണെങ്കിൽ എനിക്ക് നോക്കിയപ്പോഴെങ്കിൽ ഗ്രാനി ഇവിടെ നിൽക്കുമല്ലേ. ഇവളാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് ഓടിപ്പോയി. മധുവിൻ്റെയൊക്കെ വീട്ടിൽ പോയി. എന്നിട്ടാണെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ മധുവിനെ വിളിച്ചിട്ട് വന്നു. അമ്മണി വന്നില്ല കൂടെ. പിന്നെ മധു മാത്രം വന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാനെനിക്ക് തലകീഴായിട്ട് കിടക്കുക. മധു വന്നപ്പോഴേക്ക് എന്നിട്ട് മധു ഒന്ന് എന്നെ പിടിച്ചിറക്കിയിട്ട് പിന്നെ പുള്ളിക്കാരൻ എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി, അവരുടെ വീട്ടിലോട്ട്. പിന്നെ അമ്മണി ഞാനും പിന്നെ അവളാണ് ഇന്നലെ കിടന്നത്. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നത്. രാവിലെ ഇവിടെ വന്നപ്പോഴത്തെ പിന്നെ അമ്മണിക്കാണെങ്കിൽ ഒരു കൂട്ടുകാരിയുണ്ട്, റീന എന്ന് പറഞ്ഞ്. ആ കൂട്ടുകാരിയുടെ അച്ഛനാണെങ്കിൽ ഫാദറാണ് പള്ളിയിലെ. അപ്പോൾ അമ്മണി പറഞ്ഞ് ഫാദറിനെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി. പുള്ളിക്കാരൻ വന്നിട്ടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു അപ്പം വെച്ചിട്ട് പോയി. അതിൻ്റെ കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് പറഞ്ഞ ആരോടും. അതൊക്കെ ചേട്ടനോട് പിന്നെ പറയാം. എന്തായാലും ഗ്രാനി ഞങ്ങൾ എന്തായാലും വീഴ്ത്താൻ വേണ്ടി തന്നെ ആവാം. എടി സൂക്ഷിക്കണേടി. എനിക്കതിപ്പോൾ വരാൻ പറ്റുന്ന അവസ്ഥയാണോ ഒന്നുമല്ല. അയ്യോ, എനിക്കറിയത്തില്ല ഇപ്പൊ എങ്ങനെയൊക്കെ സംഭവിച്ചത്. എങ്ങനെ അവിടെ ഗ്രാനി എത്തിപ്പെട്ടത്? അതറിയത്തില്ല ചേട്ടാ ഗ്രാനി എങ്ങനെയാ വന്നതെന്ന്. എന്തായാലും രാത്രി ഒറ്റയടിക്ക് ഇങ്ങനെ വരുമായിരുന്നു ഗ്രാനി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ശല്യം ചെയ്തത്. ഇനി എന്തായാലും വരുമായിരിക്കും. എടീ, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നും അവിടെ പോയി കിടക്കാൻ ശാരദയുടെ ഒക്കെ വീട്ടില്. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട. അത് കുഴപ്പമില്ല ചേട്ടാ. ഫാദർ വന്നിട്ടാക്കി അതിനുള്ള സൊല്യൂഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവാം. നീ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. എന്നെ വിളിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. ഞാൻ ഇവിടെ കിടക്കുന്നു. എത്ര കടലുകൾ താണ്ടി ഞാനിവിടെ വന്നത്. എന്ത് ചെയ്യാനെന്ന് പറ. അതായത് നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. ശരി ചേട്ടാ, എന്നാൽ വെക്കുക ഫോൺ. അച്ഛന് നല്ല വിഷമമുണ്ട് മോളെ. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളതുകൊണ്ട്. പാവം, അച്ഛന് വരാൻ പറ്റുമോ? അതും ഇല്ല. അച്ഛനോട് ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നില്ലേ അമ്മേ? അച്ഛൻ വെറുതെ അവിടെ കിടന്ന് വിഷമിക്കല്ലാതെ ഒരു പ്രയോജനമില്ല. ശരിയാ മോളെ, പറയണ്ടായിരുന്നു. അയ്യോ, സമയം ഒരുപാടായി. വാ നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് ആ റൂമിൽ പോയി നോക്കാം. ഫാദർ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്നല്ലേ പറയാം, ഗ്രാനി വന്ന് കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. വാ നമുക്ക് ആ റൂമിൽ പോയി നോക്കിയിട്ട് കിടക്കാം. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോകണോ അമ്മേ? എനിക്ക് പേടിയാന്ന്. പേടിക്കാനൊന്നും ഇല്ല. ഇവിടെ ആയാലും എവിടെ ആയാലും ഗ്രാനി വരും. നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രാനി വരുന്നത്. ചിലപ്പോൾ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് കിടക്കാം. അയ്യോ അമ്മേ, അപ്പം ഗ്രാനി കഴിച്ചിട്ടുണ്ട്. എവിടെ? ഞാൻ നോക്കട്ടെ. അയ്യോ, ശരിയാണല്ലോ മോളെ. ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട് ഗ്രാനി. അമ്മേ, അപ്പൊ ഗ്രാനി വീണ്ടും വന്നല്ലേ ഇവിടെ? അതിനെന്താ, വരട്ടെ. വന്ന് കഴിക്കുന്നതല്ലേ നല്ലത്. അവരുടെ ശക്തി ചോർന്ന് വെക്കോളും. വലിയ കാലത്തെ വന്ന് കഴിക്കുന്നതാ. ശക്തി ചോർന്ന് വെക്കോളും. കഴിക്കും തോറും. നമുക്കാണെങ്കിൽ കഴിക്കാൻ പോലും കിട്ടിയതും ഇല്ല. എന്ത് ടേസ്റ്റ് ആയിരിക്കും ഈ അപ്പം. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ചുട്ടു കൊള്ളുമല്ലേ. എന്റെ ടേസ്റ്റ്
കരിക്കല്ല് പോലിരിക്കുന്ന അപ്പം. അമ്മ കരിങ്കല്ല് പോലെ ഇരിക്കുന്ന അപ്പം അല്ലേ അമ്മ ഇത്? ഇത് ഞാൻ തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്റെ കൈ പൊള്ളിപ്പോയി. ആര് പറഞ്ഞ്? ഞാൻ തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് കരിങ്കല്ല് പോലെ ഇരിക്കുന്നേ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയി. ഉറക്കം വന്നിട്ട് വയ്യ. അമ്മണി, നീ അമ്മണി, ചേടാ അവള് നേരത്തെ കിടന്ന് ഉറങ്ങിയോ? നേരത്തെ ഉറങ്ങുന്നതിന്റെ അല്ലല്ലോ, ബണ്ട കൊണ്ട് കണ്ട അങ്ങോട്ട് കയറി കിടന്നതല്ല, അവളപ്പം ഉറങ്ങി. അതെന്താ എന്തോ വീഴുന്ന സൗണ്ട് കേട്ടത്? ഒന്നാമത് ആ ഗ്രാനി ഇവിടെ വന്ന് ഈ അപ്പം കഴിച്ചിട്ട് പോയി. ഈ അമ്മണി ഈ കിടന്ന് ഉറങ്ങേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ ഇനി ഒറ്റയ്ക്ക് എങ്ങനെ പേടിച്ചിരിക്കും ഇവിടെ? എന്താ താഴെ വീഴുന്ന സൗണ്ട് കേട്ട്? എന്താ അത്? നോക്കട്ടെ. ഇതൊരു ഫോട്ടോ എന്താ എൻ്റെ വീണ് കിടക്കുന്നത്? എടുത്തു നോക്കട്ടെ. അയ്യോ, എന്താ ഇത്? ചുമന്ന് കണ്ടിന്റെ ഫോട്ടോയോ? ഇങ്ങനെ ഒരു ഫോട്ടോ ഈ വീട്ടിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ ഗ്രാനി വല്ലതും കൊണ്ടിട്ടാന്നോ ഇനി? കണ്ടിട്ട് മനുഷ്യന്റെ കണ്ണാന്ന് തോന്നുന്നില്ല. ഈ ഫോട്ടോ കൈ പിടിച്ചോണ്ടിരിക്കാതെ എനിക്ക് പേടിയാവുന്നു. ഈ സൈഡിലങ്ങനെ കൊണ്ട് വെച്ചേക്കാം. എടി അമ്മടി, നീ ഇതാ എന്നിട്ടേ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് കൈ ഉറക്കം വരുന്നതും ഇല്ല. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എടി അമ്മടി എഴുന്നേക്കാന്. ഈ പെണ്ണിന് എന്തോ കൂർപ്പം കളിച്ച് ഉറങ്ങുപോയത്. ഈ അമ്മണി എഴുന്നേപ്പിക്കായിരുന്നു ഒരു മാർഗം. Where are you? അതാരാ വേറെ ആരെയും ചോദിച്ചത്? I don't see it. I see you. അയ്യോ, ഇതാ ഗ്രാനിയായിരിക്കും. അയ്യോ, ഇത് ഗ്രാനി തന്നെയാ, വേറെ ആരുമല്ല. കുറെ ദിവസമായി അവര് ശല്യം തുടങ്ങിയിട്ട്. ഒരു വടി എടുത്തിട്ട് വന്ന് അവിടെ തലമണ്ട അടിച്ച് പൊളിക്കും ഇപ്പൊ. എവിടെയാ ഗ്രാനിത്തള്ള? ഇന്ന് അവരെ ശരിപ്പെടുത്തും. ഗ്രാനി പകുതി അപ്പം കഴിച്ചല്ലോ. ഇനിയിപ്പോ അവരുടെ ശക്തി ചോർന്ന് വെക്കോളൂ. Do you want to play hide and seek? അപ്പം മൊത്തം നിന്നാൻ പോരാ ഹൈഡ് ആൻഡ് സീക്ക്. ഞാൻ ഇറങ്ങി വാടി തള്ളേ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. വടി കൊണ്ട് എന്നിട്ട് തലമണ്ടി അടിച്ച് ഞാൻ പൊളിക്കും ഇപ്പം. ഗ്രാനി ഓടിക്കോ. Do you want to play hide and seek? I see you. കുറെ നേരമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കേൾക്കുമല്ലോ. ഈ ഗ്രാനി തന്നെ ആയിരിക്കും. അമ്മേ, അമ്മേ, അയ്യോ അമ്മയെ കാണാനില്ല. രക്ഷിക്കണേ. അയ്യോ, എല്ലാരും ഉറങ്ങി കാണുമല്ലോ ഇപ്പോഴും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ തിണ്ണയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങാം. നാളെ രാവിലെ പോയി അമ്മിണിയെ നോക്കാം. ഓ അത് മതി. ഓ ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ. മോളെ അമ്മിണി, മോളെ അമ്മിണി എഴുന്നേറ്റേ. നല്ല ഉറക്കം വന്നില്ലോ മോളെ. അമ്മണിയും അയ്യോ ഗ്രാനി. ഗ്രാനിയല്ല മോളെ, അത് ഫാദർ. അത് ഫാറോ? എടി നിന്റെ കൂട്ടുകാരി ഫാദറുവാ വന്നേക്കുന്നേ. ഇതെന്തോ അമ്മണി നീ ഈ കൊലത്തിരിക്കുന്നേ? എന്തെങ്കിലും നിന്റെ കണ്ണ് തള്ളിയിരിക്കുന്നത്? നിന്റെ കണ്ണിന് മുടി വളർന്നല്ലോ. അത് ഈ കുട്ടിയുടെ കുറ്റമല്ല. ഗ്രാനി ഇന്നലെ വന്നിട്ട് എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടതാ. ഗ്രാനി അപ്പം മൊത്തം കഴിച്ചു ഫാദർ. ആ അപ്പൊ മൊത്തം കഴിച്ചല്ലേ? അപ്പൊ ഗ്രാനിയുടെ ശക്തി ഇനി ചോർന്ന് പോയിക്കോളും. അമ്മ ഇതിന് കൊള്ളാം കേട്ടോ. അമ്മ എന്താ പരിപാടി കാണിച്ചത്? എന്താടി? ഇന്നലെ അമ്മ എന്നെ ഒറ്റയ്ക്കിട്ടച്ച് ഇവിടെ പോയി. ഗ്രാനി വന്നപ്പോഴ് ഇല്ലേ ഒറ്റയ്ക്ക് അമ്മ അമ്മയുടെ രക്ഷ നോക്കി ഓടിപ്പോയി. എന്നിട്ട് എന്നെ എന്താ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അല്ലെങ്കിൽ അമ്മ എവിടെ പോയത് ഇന്നലെ? എടി ഞാൻ ഇന്നലെ പോയത് കിങ്ങിന്റെ ഒക്കെ വീട്ടിലാ. ഞാൻ എന്നിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങി. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അമ്മയാണ് കൊള്ളാലോ. അമ്മയാണെങ്കിൽ അവിടെ പോയി ഒറ്റയ്ക്ക് സൂചി കിടന്ന് ഉറങ്ങി. ഞാൻ അങ്ങനെ അതൊന്ന് ചെയ്തത്. അന്ന് ഗ്രാനി വന്നപ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ ഒറ്റയ്ക്കിട്ടച്ച് പോയി. അവിടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ അവർ അച്ഛനെ വിളിച്ചോണ്ടല്ലേ വന്നത്. എന്നിട്ട് അമ്മ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി. അമ്മ എന്നിട്ട് അങ്ങനെ എന്താ ചെയ്യുന്നത്? അവിടുന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ എന്താ? എടി പെണ്ണെ, ഞാൻ അവിടെ ചെന്ന് അവരാരും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അങ്ങ് ആരെയും കാണുന്നില്ല. അവരെല്ലാം ഉറക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ തിണ്ണയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ രാവിലെ ഞാൻ ഫാദറിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. രാവിലെ വന്നാൽ മതിയോ എല്ലാം കഴിയുമ്പോഴും? ഗ്രാനി ഇന്നലെ കയറി എന്റെ കോലം നോക്ക്. അയ്യോ അത് ശരി കേട്ടോ. അമ്മയുടെ അമ്മ ആ കാണിച്ചത് ശരിയായില്ല. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നാമത് ഗ്രാനിയാ. ചെറിയ കളികളൊന്നും അല്ല അവര് കളിക്കുന്നത്. ഫാദർ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ ഇപ്പൊ. ചിലപ്പോ സംഭവിച്ചിരുന്നെങ്കിലോ. ഇന്നലെ അവരെ അപ്പം മൊത്തം കഴിച്ചോണ്ടാ പിന്നെ അമ്മണി ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ അവർ അമ്മണിയെ കൊന്നേനെ ഇന്നലെ. സോറി ഫാദർ, ഇനി എന്റെ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഈ അമ്മയുടെ ഒരു കാര്യം. ഫാദർക്ക് എന്റെ രൂപം എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ?
നോക്കാം മോളെ. റീന, ആ കൈയിരിക്കുന്ന പനിനീരി എടുത്തേ. എന്താ അച്ഛാ? ഈ പനിനീര് ഞാൻ അമ്മയുടെ ദേഹത്ത് തളിക്കാം. മോളെ കണ്ണടച്ച് നിന്നേ. ഫാദർ ഞാനിപ്പോ നോർമലായോ? ഇപ്പൊ നോർമലായി മോളെ. ഗ്രാനിയുടെ വടി ഈ താഴെ കിടക്കുന്നത് കണ്ടോ നിങ്ങള്? ആ കണ്ടു ഫാദർ. നിങ്ങൾ ഇതാണെങ്കിൽ ഒഴുക്കുള്ളത്തിൽ കൊണ്ട് കളയണം കേട്ടോ. ഒഴുക്കില്ലാത്ത സ്ഥലത്ത് കളയരുത് ഈ വടി. ഇത് ഗ്രാനിന്റെ വടി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒഴുക്കുള്ളത്തിൽ കൊണ്ട് കളയണം. ഈ വടിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രാനിയുടെ ശക്തി പകുതി ചോർന്നു പോകും. അതും സൗണ്ട് ഫാദർ കേട്ടത്. ഗ്രാനി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, അതാ. പക്ഷെ അവർക്ക് ശക്തിയില്ല. അപ്പോൾ ഒന്നിന് കഴിച്ചോണ്ടേ ശക്തി പോയി, അതുകൊണ്ട് അവർ ഇറങ്ങി വരാത്തത്. നിങ്ങൾ ഇനി ചെയ്യേണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ വടി കൊണ്ട് ഒഴുക്കുള്ളത്തിൽ കളയാം. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗ്രാനിയുടെ ശക്തി കുറഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് കാര്യം നിങ്ങളാണെങ്കിലേ കൂടുതൽ അലർട്ടായിട്ടിരിക്കണം. എപ്പോഴാ ഗ്രാനി കയറി വരുന്നത് അറിയത്തില്ല. ഓ ഈ വടി ഇനി കൊണ്ട് കളയണമല്ലോ. അമ്മ ആരാ വന്നമ്മ? ഞാൻ പോയി നോക്കട്ടെ. ആ എന്താ നിങ്ങടി? നിങ്ങളാണെങ്കിൽ ഇന്നലെ എന്റെ തലയെടുത്ത സ്ലൈഡ് വല്ലതും എടുത്തോടെ വന്ന് വീട്ടിൽ വന്നിട്ട്. തലയിലെടുത്ത സ്ലൈഡോ? ആരുടെ? എന്റെ തലയെടുത്ത സ്ലൈഡ് ഇന്നലെ നിങ്ങൾ രാത്രി വീട്ടിൽ വന്നില്ലേ ഞങ്ങളുടെ വീട്ടില്? ഇല്ല ഞാൻ എടുത്തില്ല. പിന്നെ എന്റെ തലയെടുത്ത സ്ലൈഡ് എവിടെ പോയി? അമ്മ എടുത്തോ? ഇതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തിനാ മോടെ തലയിലെടുത്ത സ്ലൈഡ് എന്താ ഞാൻ എടുക്കുന്നേ? അതാ ഞാൻ ചോദിച്ചത് എന്തിനാ എടുത്തേന്ന്. എന്റെ പൊന്നു കിങ്ങിണി, നിന്റെ തലയിലെടുത്ത സ്ലൈഡ് ഞാൻ എടുത്തില്ലെന്ന്. പിന്നെ അത് എങ്ങനെ കാണാതെ പോയി ആ സ്ലൈഡ്? നിങ്ങളല്ലേ രാത്രി നേരെ വീട്ടിൽ വന്നത്? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ? അവിടെ കിടന്നെങ്കിൽ ഉറങ്ങി. അതിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അവരോട് ചോദിക്കാൻ പറയാതെ വീട്ടിൽ ചെന്ന് കയറി കിടന്നുറങ്ങാനുള്ള അനുവാദം ഉണ്ടോ? നിങ്ങൾ എന്ത് കാണിച്ചത്? നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന കിടന്ന് ഉറങ്ങി ഞങ്ങളോട് പറയാതെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടോ ഞങ്ങൾ അറിയുമോ? ഞങ്ങളല്ലേ എന്റെ തലയെടുത്ത സ്ലൈഡ് മോഷ്ടിച്ചിട്ട് പോയി. എന്നിട്ട് പണ്ട് സമ്മതിക്കുന്നുണ്ട്, അതും ഇല്ല. എനിക്ക് അമ്മ എടുത്തില്ലെന്ന് എനിക്ക് പറഞ്ഞത്. എടി കിങ്ങി, നീ കണ്ടോടി? നിന്റെ തള്ളയല്ലേ വന്നത്? നീ കണ്ടോ തള്ള എടുത്തോ ഇല്ലെന്നുള്ളത്? ഇപ്പൊ ഞാൻ എന്തോ ചെയ്യേണ്ടത്? നിനക്ക് വേറെ സ്ലൈഡ് വാങ്ങിച്ചു തരണോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്ന് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി നിങ്ങളോട് പറയാതെ. ഞാൻ സ്ലൈഡ് എടുത്ത് അതെടുത്ത് ഇതെടുത്തൊന്നും പറയല്ലേ എൻ്റെ കിങ്ങിണി. ഞാൻ എടുത്തില്ല പറഞ്ഞാൽ എടുത്തില്ല. നിനക്ക് സ്ലൈഡ് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. മലയാളിക്ക് തലയിടാൻ സ്ലൈഡ് വാങ്ങിച്ചു തരണം. എന്ത് ഞാൻ കാണിച്ചു തരില്ല എല്ലാത്തിനും. അമ്മ സ്ലൈഡ് എടുത്ത് കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആ കൊച്ചിത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ വീടിനകത്ത് കയറിയോ? ഞാൻ അടുത്ത് എണ്ണക്കല്ലേ കിടന്നത്. എനിക്ക് ഇന്ന തലയിടേണ്ട സ്ലൈഡ് എടുക്കേണ്ട ആവശ്യം എന്തോടി? ഇഷ്ടംപോലെ സ്ലൈഡ് ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഇരിക്കുന്നു. ഞാൻ എന്നിട്ട് ബ്യൂട്ടി പാർലർ ഇപ്പോൾ തുടങ്ങിയേക്കുക. തലയിടാനോ എന്ത് മേക്കപ്പ് ഐറ്റംസ് ആയാലും ഇവിടെ ഇഷ്ടം പോലെ ഇല്ലയോ? എനിക്ക് ഇനി ആ കൊച്ചിട്ട് പോയി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ കൊച്ചിന് മുഴുത്ത വട്ടായിരിക്കില്ലേ അമ്മേ? ആയിരിക്കും, അല്ലാതെ പിന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്റെ സ്ലൈഡ് എടുത്തോണ്ട് പോയി എന്നിട്ട് അവരെനിക്ക് സമ്മതിക്കുന്നുണ്ടോ? കിടന്ന് ഉരുണ്ട് കളിച്ചോളുക. ഞാനത് എത്ര രൂപയ്ക്ക് വാങ്ങി സ്ലൈഡ്? അത് അവർക്ക് എന്നാ ആവശ്യമുണ്ടോ സ്ലൈഡ് എടുക്കാൻ? ഇങ്ങനെ ചോദിച്ചിട്ട് അവർ പറയുന്നുണ്ടോ? എന്താ മോളെ, എന്ത് പ്രശ്നം? കുറെ നേരമായിരുന്നു നീ അങ്ങോട്ട് വീട്ടിൽ നടന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ അമ്മയുടെ അമ്മയെങ്കിൽ തിണ്ണയ്ക്ക് വന്ന് കിടന്ന് അതെല്ലാം അറിഞ്ഞ അമ്മൂമ്മ. എന്നിട്ടാണെങ്കിൽ എന്റെ തലയിൽ എടുത്ത് സ്ലൈഡ് എടുത്തോണ്ട് പോയി. ഞാനെങ്കിൽ ഇവിടെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ചോദിച്ചപ്പോൾ ആര് പറ തലേന്ന് സ്ലൈഡ് അവരെടുത്തില്ലെന്ന്. അവരെടുത്തില്ലായിരിക്കും, അതുകൊണ്ടല്ലേ അവരെടുത്തില്ലെന്ന് പറഞ്ഞേ. നിങ്ങൾക്കാണ് അറിയാവുന്നത്. നിങ്ങളെന്തോ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുവാണോ? എത്ര ദേഷ്യപ്പെടുന്നേ? എന്താ ഇവിടെ ഒരു വഴക്ക്? അമ്മ ഈ കിങ്ങിണി ചേച്ചിയുടെ സ്ലൈഡ് ആണെങ്കിൽ അമ്മയുടെ അമ്മയാണെങ്കിൽ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇവിടെ പറഞ്ഞ വഴക്കാം. അമ്മയുടെ അമ്മയോട് വന്നിട്ട് തലേന്ന് സ്ലൈഡ് എടുത്ത് എന്നിട്ട് അതിന് സമ്മതിക്കുന്നില്ല അവര്. ചേച്ചി എടുത്ത് കാണത്തില്ലായിരിക്കും, അത് നീ ആണ് തീരുമാനിക്കുന്നേ. കൊച്ചു പിള്ളേർ ആരും നോക്കിയാൽ മതി കേട്ടോ. എന്തു കിങ്ങിണി നിനക്ക്? നീ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. കൂട്ടുമ്പോ കരയണ്ട, ഇനി വാ അമ്മമ്മയുടെ മടി വന്നിരുന്നേ. എന്തിനാ ഇങ്ങനെ നീ കുട്ടിനെ നുള്ളിയത് വെറുതെ? അതെന്റെ സൗകര്യം. എന്ത് പറ്റിയമ്മ? അവിടെ സ്വഭാവത്തിന് ആകപ്പാടെ ഒരു മാറ്റം ഉണ്ടല്ലോ. രാവിലെ മുതൽ തുടങ്ങിയ ദേഷ്യം. ഞാനും അത് ശ്രദ്ധിച്ചു, രാവിലെ തൊട്ട് അവൾക്ക് ദേഷ്യവാ. അമ്മ ഞാനെന്നപ്പോ ഇടിയപ്പം കിഴങ്ങറി ഉണ്ടാക്കട്ടെ? വൈകിട്ടത്തേക്ക് അത് മതിയല്ലോ. വൈകിട്ടത്തേക്ക് അത് മതി, പോയി ഉണ്ടാക്കും. ഇവര് കരച്ചു നിർത്തിയില്ലേ? അവന് പിന്നെ ചെറിയ കാര്യം മതിയില്ലേ കരച്ചു നിർത്താതിരിക്കാന്. കുഴപ്പമില്ല അമ്മ, എങ്കിൽ ഇപ്പം മോനെ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി തരാം കേട്ടോ. അയ്യോ ഉരുളക്കിഴങ്ങ് തീരാറായെന്ന് തോന്നുന്നു. ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇടിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി വെക്കായിരുന്നു. പിന്നെ വേഗാറായോ ശാരദേ? ഇടിയപ്പം ഉണ്ടാക്കി വെച്ചമ്മ, ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതെന്തീ കുട്ടുമ്പോൾ നിനക്ക് വട്ടാണോ? ഇനി ഇതുവരെ കരച്ചു നിർത്താത്തത്? ഇപ്പൊ അടുത്ത കരച്ചിൽ എന്തിനാണെന്നറിയോ? ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ഇടിയപ്പം കിഴങ്ങറി വേണ്ടാന്ന്. ഇവന് ഈ ന്യൂഡിൽസ് നിന്ന് നൂല് പോലെ ഇരിക്കുന്നത്. ന്യൂഡിൽസ് എങ്കിൽ ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കി തരാം. ഒന്ന് കരച്ചു നിർത്താവോ? ഹായ് ന്യൂഡിൽസ്. അമ്മ എന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ചിഞ്ചു. ചിഞ്ചു എന്ത് പറ്റി ചിഞ്ചുവിന്? ചിഞ്ചുവിനൊന്നും പറ്റിയില്ല. ചിഞ്ചു എന്നെ ഇപ്പൊ ഫോണിൽ വിളിച്ചായിരുന്നു. അവളുടെ ആണെങ്കിലേ പിന്നെ ആന്റിക്കാണെങ്കിൽ സുഖമില്ലായിരിക്കും. അപ്പൊ നോക്കാൻ ചെല്ലാമെന്ന് എന്നോട് ചോദിച്ചു. ചിഞ്ചുവിന്റെ ആന്റിക്ക് സുഖമില്ലെങ്കിൽ മോളെ തന്നെ നോക്കാൻ പോകേണ്ട ആവശ്യം? അവർക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലേ? ഇല്ല അമ്മേ, അവർക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ല. ചിഞ്ചു മാത്രമേ ഉള്ളൂ ബന്ധുവായിട്ട്. അതുകൊണ്ടാണെങ്കിൽ വേറെ ആരും ഇല്ല നോക്കാൻ. അതുകൊണ്ട് എന്നോട് ചെല്ലാമെന്ന് ചോദിച്ചത്. മോളെ തന്നെ രാത്രി പോകണ്ടേ? ഇപ്പൊ രാത്രി 7 മണിയായി. അതെങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുന്നത്? അവൾ ആന്റിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈ കിങ്ങിണി ചേച്ചിക്ക് മുഴുത്ത വട്ടാ. എന്തിനാ രാത്രി പോന്നേ? എന്താ കുട്ടിച്ചേട്ടാ, നീ എന്റെ വാങ്ങിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ടല്ലേ ദൂരെ മാറിയിരിക്കുന്നു. ചേച്ചി എന്നെ നുള്ളു.
നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ രാത്രി പോകണ്ട. നീ രാത്രി പോയിട്ട് നീ എപ്പോ വരും? ഒന്നാമത് എനിക്ക് അച്ഛനും ഇവിടെ ഇല്ല, ഡ്യൂട്ടിക്ക് പോയപ്പോ. അച്ഛൻ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 10 മണിയൊക്കെ ആവും. ഞാൻ പോയിട്ട് എന്റെ സൗകര്യം അനുസരിച്ച് വരും. അവർ ആന്റിയെ നോക്കണമെന്നുള്ള എനിക്ക് അത്യാവശ്യമാണ്. എടി നിന്റെ ആരെങ്കിലും ആണോ അത്? നിന്റെ കൂട്ടുകാരുടെ ബന്ധുവല്ലേ അത്? നിനക്കൊന്നും നോക്കേണ്ട ആവശ്യം. ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞാൽ പോകും. കിങ്ങിണി, നിന്നോട് നിൽക്കാൻ പറഞ്ഞവിടെ. കിങ്ങിണി, കിങ്ങിണി, എന്തോ അമ്മ അവള് രാത്രി പോയത് അനുസരണയില്ലാതെ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ട് അവൾക്ക് അതിന്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട്. ചേട്ടൻ ഇനി വരുമ്പോൾ രാത്രി അവളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത് എന്നെ ഇനി വഴക്ക് പറയത്തില്ലേ? കിങ്ങിണി ചേച്ചി ചിലപ്പോൾ പെട്ടെന്ന് ഇനി വരുമായിരിക്കും. പെട്ടെന്ന് ഇനി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ രാത്രി എന്തായാലും ഇപ്പോൾ 7 മണിയായി. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ എത്ര സമയമാകും? രാത്രി നമുക്ക് ഒറ്റയ്ക്ക് രാത്രിയിലൊക്കെ നടക്കാവോ? ചിഞ്ചു, ചിഞ്ചു, ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ഈ കടലിന്റെ തീരത്ത് തന്നെ അവന്റെ വീട്. നീ ഇത് തിരയെല്ലാം അടിച്ചോണ്ട് പോകത്തില്ലേ വീട്? ചിഞ്ചു, ഇവിടെ ആരും ഇല്ലേ? ഇത് അവളുടെ വീട് തന്നെ അതിന്റെ. ആരാ? എന്താ? ചേട്ടാ, ഇതാണെങ്കിൽ ചിഞ്ചുവിന്റെ വീടല്ലേ? ചിഞ്ചു ഒക്കെ ഇല്ലേ? ചിഞ്ചോ? ആ ചിഞ്ചു ഞങ്ങൾ എനിക്ക് വല വലിക്കുമായിരുന്നു അവിടെ. അപ്പം അത് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചു അവിടെ നിൽപ്പുണ്ട്. ഇപ്പം വരുവാ കുട്ടി. ആ ശരി, ഞാനിവിടെ നിൽപ്പണെന്ന് പറയണേ കാണുവാണെങ്കിൽ. ആര് നിൽക്കുന്നു പറയണം? കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ മതി. കിങ്ങിണിന്ന് പറയണേ. ആ ശരി പറയാം. ആ അങ്ങേട്ട് കടലിന്റെ നടുക്കൂടെ നടന്നു പോകുന്നുണ്ടോ? കടലിലുള്ളവർക്കൊക്കെ എന്താ കഴിവാ, വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നത്. ചിഞ്ചു വരുന്ന ആരും ഇവിടെ ഇരിക്കാൻ എന്തായാലും. ഇത്രയും നേരമായിട്ട് ചിഞ്ചുനെ കാണുന്നില്ലല്ലോ. കിങ്ങിണി, ആ നീ എത്തിയോ? ഞാൻ എപ്പോ തൊട്ട് നിന്നെ വെയിറ്റ് ചെയ്യുന്നറിയാവോ? അയ്യോ, ഇതെങ്ങനെ നിന്റെ ഡ്രസ്സ് മാറിപ്പോയത്? ഞാൻ ഈ ഡ്രസ്സ് അല്ലായിരുന്നല്ലേ നേരത്തെ ഇട്ടോണ്ടിരുന്നേ. പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് മാറിയത് എന്താടി? ഈ ഡ്രസ്സ് മാറിയെന്നോ? ആടി ചിഞ്ചു, ഞാനാണെങ്കിൽ വേറൊരു ഡ്രസ്സ് ഇട്ടോണ്ട് വന്നൊരു പാവാട ബ്ലൗസും പച്ച കളറിലെ. അത് മാറിയേ ഇപ്പൊ നീ വന്നപ്പോഴത്തേക്ക് ഈ ഡ്രസ്സായി എനിക്ക്. ആ അതെന്തെങ്കിലും ആവട്ടെ. നീ എന്ത് ഇത്ര താമസിച്ചത്? എന്റെ ആന്റിക്ക് ആണെങ്കിൽ സുഖമില്ലായിരിക്കും. നിന്നോട് നേരത്തെ വരെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എടി സോറി ചിഞ്ചു, എന്റെ അമ്മയൊന്നും വിടത്തില്ലായിരുന്നു എന്നെ. ഞാൻ പിന്നെ ഒരുവിധം ഓടി പോന്നതാ, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നേരത്തെ എത്തിയേനെ. നിനക്ക് മീൻ കിട്ടിയോ? എവിടെ കിട്ടാ? കുറെ നേരമായിട്ട് അവർ കിടന്ന് വല വലിക്കുക, ഒന്നും കിട്ടുന്നില്ല. ഞാനിങ്ങ് പോന്നു. വാ, നീ കയറി വാ. ഇവിടെ പിന്നെ സൗകര്യങ്ങളൊക്കെ കുറവാ കേട്ടോ. എനിക്ക് പക്ഷേ ഈ മീൻ ഇഷ്ടപ്പെട്ടടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നീ കൊച്ചുവർത്തനം പറഞ്ഞ് നിൽക്കാതെ വേഗം അകത്തോട്ട് കയറി ആന്റിയെ നോക്കാൻ നോക്കും. ആ ശരി ചിഞ്ചു. ഇതാണ് ഞങ്ങളുടെ ആന്റി. ആന്റി എനിക്ക് ഇവിടെ തുറങ്ങുന്നുണ്ടോ? അയ്യോ പാവം ആന്റി. ആന്റി, ആന്റി ഉറക്കമാണോ? നല്ല ഉറക്കത്തിലെന്ന് തോന്നുന്നു. ആന്റി, എന്റെ ഡ്രസ്സ് വീണ്ടും മാറി. നീ കണ്ടില്ലേ ചിഞ്ചു എന്റെ ഡ്രസ്സ് മാറിയത്? നീ ഡ്രസ്സ് നോക്കാൻ വന്നാണോ നീ എന്റെ ആന്റിയെ നോക്കാൻ വന്നാണോ? എടി എന്നാലും എന്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഈ അടിക്കടിക്ക് മാറുന്നേ? ആ എന്തെങ്കിലും ആവട്ടെ. ആ ആന്റിയെ വിളിക്കട്ടെ. ആന്റി ഒന്ന് എഴുന്നേറ്റേ. ആരാ? ആന്റി, ഇത് എന്റെ കൂട്ടുകാരി കിങ്ങിണി. അവളാണെങ്കിൽ ആന്റിയെ നോക്കാൻ വേണ്ടിട്ട് വന്നതാ. ആ നല്ല കാര്യം. ആന്റി എഴുന്നേക്കണ്ടാ, കിടന്നോ? എടി നീ ആദ്യം പോയി എനിക്ക് തേങ്ങ പോച്ചിട്ട് വാ. എനിക്കാണെങ്കിൽ കറി ഉണ്ടാക്കണം. ആ ശരിയടി. അവളെ ആദ്യം ബോധം കെടുത്തണം. ഹൈഡ് ആൻഡ് സീക്ക്. അവളെ ബോധം കെടുത്തിയാലേ എൻ്റെ അസുഖത്തിനുള്ള ഒരു ഭേദം മരുന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ അവളെ ബോധം കെടുത്തി ഇപ്പൊ തന്നെ ഇവിടെ എത്തിക്കാം. ഹൈഡ് ആൻഡ് സീക്ക്. ദേ കിടക്കുന്നു. ഇപ്പൊ എനിക്ക് കുറച്ച് ശക്തി കിട്ടി. എൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി അവളെ എഴുന്നേപ്പിച്ചോ. കിങ്ങിണി, കിങ്ങിണി എഴുന്നേക്കടി. ഞാനിത് എവിടെയാ? എടി എഴുന്നേക്കാൻ. അയ്യോ ചിഞ്ചു, നിന്റെ അടുത്തായിരുന്നു ഞാൻ. ഓ ആകെപ്പാടെ തല ഇറങ്ങുന്ന പോലെ. കുട്ടി വീട്ടിൽ പൊയ്ക്കോ. ആ ആന്റി, ഇപ്പൊ ആണെങ്കിൽ കുറച്ച് സഹായിച്ചില്ലേ അവളെ, തേങ്ങയൊക്കെ പൊതിച്ചു കൊടുത്ത്. ഇനിയിപ്പോ നാളെ വന്നാ മതി കേട്ടോ. മതിയോടി, ഞാൻ ഇത്ര സഹായിച്ച മതിയോ? നാളെ വന്നാ മതിയോ? ആ നാളെ വന്നാ മതി. നീ നാളെ എനിക്ക് ആന്റിയെ കുളിപ്പിക്കണം കേട്ടോ. ഓ ഒരു തലയിറക്കം പോലെ. ഞാൻ പോട്ടെ എന്നാലേ. ആന്റി ഞാൻ നാളെ വരാം കേട്ടോ. ശരി, പോ പോ പോ. നിങ്ങളുള്ള നല്ല ആൾക്കാരാ കേട്ടോ. എന്നിട്ട് ഇപ്പഴാണോ പറയുന്നത് കിങ്ങിന് പോയ കാര്യം? ചേട്ടൻ ഞങ്ങൾ ആകെന്ന് പറഞ്ഞ് അവളോട് പോകരുത് പോകരുത് പറഞ്ഞിട്ട് അനുസരിക്കാതെ പോയത്. ഇടി പറഞ്ഞിട്ട് അനുസരിക്കാതെ പോയെങ്കിൽ എന്നിട്ട് ഉടനെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയണ്ടായോ? ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴല്ലേ നിങ്ങൾ എന്നോട് പറയുന്നത്? മോനാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇത്രയും താമസിക്കുന്നു അറിഞ്ഞില്ല, അതുകൊണ്ടല്ലേ മോനെ വിളിച്ച് പറയുന്നത്. ഇനി കിങ്ങിണി ഞാൻ ഈ രാത്രി എവിടെ പോയി അന്വേഷിക്കും? ചേട്ടൻ എന്തായാലും ആ ചിഞ്ചുവിന്റെ വീട്ടിലോട്ട് പോയാൽ മതി. ചിഞ്ചുവിന്റെ വീട് ചേട്ടൻ അറിയത്തില്ലേ? ആ കടൽ തീരത്തുള്ള വീട്, അവളോട്ട് പോയാൽ മതി നേരെ. കടൽ തീരത്തുള്ള വീട് അവൾക്ക് പറഞ്ഞു വിടാൻ കണ്ട സ്ഥലം. ഈ ചേട്ടൻ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാനാണോ പറഞ്ഞു വിട്ടത്? എന്ത് ചെയ്യുന്നേ ശാരദേ? പറഞ്ഞാൽ ആര് പറഞ്ഞാൽ കേൾക്കും. ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ, അതെ മോനോട് പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ. നീ ഇനിയിപ്പോൾ കുട്ടുമാൻ്റെ അടുത്തോട്ട് ചെല്ല്. ഓ ഞാൻ കിങ്ങിണി എവിടെ പോയി?
കിങ്ങിണി മോളെ ഞാൻ എവിടെ പോയി തപ്പി ഈ മഴയത്ത്? ഓ എന്തൊരു മഴയാണ് പെയ്യുന്നത്! അല്ല ഈ മഴയുണ്ട് നീ പെയ്യുന്നത്. ആകാശത്താണ് ഇഷ്ടം പോലെ സ്റ്റാർസ് നിൽക്കുന്നത്. പൂർണ്ണയത്തിനാണെങ്കിൽ കത്തി ചൊരിച്ചിരിക്കുന്നത്. പിന്നെ എവിടെ മഴ പെയ്യുന്നത്? കാർമയൊക്കെ ഒരു തുള്ളി പോലും ഇല്ല ആകാശത്ത്. പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പം, പ്രകൃതി ആകെപ്പാടെ മാറി. കിങ്ങിണി മോൾ എന്തിരിക്കുന്നത്? മോളെ കിങ്ങിണി മോളെ, നീ എന്ത് മോളെ ഇവിടെ വന്നിരുന്ന് മഴ നനയുന്നത്? നീ ആ ചിഞ്ചന്റെ വീട്ടിൽ പോകാൻ പറ്റി പോയത്, പിന്നെ ഈ കാട്ടി വന്നിരുന്ന് എന്ത് ഈ മഴ നനയുന്നത്? അച്ഛൻ ഞാൻ ചിഞ്ചുന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ടാണെങ്കിൽ ആന്റിയും കണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ജോലിയെ കുറച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോരുന്ന വഴിയാ. അപ്പോഴാണെങ്കിൽ എനിക്ക് തലകറക്കം ഉണ്ടായി. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഉറങ്ങിപ്പോയി. നീ വീട്ടിലോട്ട് വന്നേക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചല്ലോ. ബാക്കി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം, വേഗം വാ. അയ്യോ എന്റെ ഡ്രസ്സ് വീണ്ടും മാറിയല്ലോ. എന്തോ ഡ്രസ്സ് മാറിയെന്നോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇട്ടോണ്ട് വന്ന ഡ്രസ്സ് ഇതാ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ വേറെ ചുവന്ന ഡ്രസ്സായി എന്റെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആന്റിയുടെ ഒക്കെ അടുത്ത് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു മഞ്ഞ ഡ്രസ്സായി എനിക്ക്. പിന്നെ ഞാൻ ഇപ്പൊ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഡ്രസ്സ് അതെങ്ങനെ വെച്ചാ? എനിക്കങ്ങനെ അറിയാം. നീ ഓരോ വട്ടത്തരം പറയുന്നത് ഇങ്ങനെ എഴുന്നേറ്റ് വാ. നിന്റെ ഈ അഹങ്കാരം കൊണ്ടല്ലേ ഇതായി നനഞ്ഞു കഴിഞ്ഞ് പോകേണ്ടി വരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? എന്റെ കൂട്ടുകാരുടെ ആന്റിക്ക് വയ്യ. അപ്പൊ പിന്നെ ഞാൻ പോയില്ലേ പിന്നെ എന്ത് ചെയ്യും? നീ മിണ്ടരുത് നീ. അയ്യോ അച്ഛാ അവിടെ നിന്ന് എന്റെ കാലിൽ എന്തോ കൊണ്ട്. എന്ത് പറ്റി? അയ്യോ അച്ഛാ എന്റെ കാല് വേദന എടുക്കുന്നത്. എന്റെ കാലിനകത്ത് എന്തോ കൊണ്ട്. ഒരു കുപ്പിയാണല്ലേ കിടക്കുന്നത്? കുപ്പിയുടെ ചിറ്റി തന്നെ കൊണ്ടു തന്നോ കാലില്? ആണെന്ന് തോന്നുന്നു. ആ കുപ്പിക്ക് ചവിട്ടിയപ്പോഴാണ് എനിക്ക് വേദന എടുത്തത്. ഓ ആ കുപ്പി മാറ്റി നോക്കിയിട്ട് മാറുന്നില്ലല്ലോ. അച്ഛാ ഒന്നുകൂടെ കളിക്കാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അയ്യോ ഈ കുപ്പി വലുതായോ? അയ്യോ ഇത് ഏത് കുപ്പിയത്? മാന്ത്രിക കുപ്പി തന്നെയാണോ? എങ്ങനെ നമ്മൾ കുപ്പിക്കകത്തായി? Where are you? Do you want to play hide and seek? I see you. അയ്യോ ഇതാ ഗ്രാനിയുടെ പരിപാടിയാ. അയ്യോ അച്ഛാ എങ്ങനെ ഗ്രാനി ഇവിടെ എത്തി? നമ്മളെങ്ങനെ കുപ്പിക്കകത്ത് നടക്കും? അയ്യോ അച്ഛാ ഗ്രാനി വായിക്കില്ല. എവിടെ? അയ്യോ എനിക്ക് നോക്കാൻ പേടിയാ. ഓ രക്ഷപ്പെട്ട്. നമ്മളെ ഇപ്പൊ കുപ്പിയിലാക്കിയത് ഗ്രാനി ആയിരുന്നില്ലേ? ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല, ഓടിക്കോ. അവളെ കിട്ടിയോ തിരിച്ച്? എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ കേട്ടോ. കൊച്ചിയിലെ രാത്രി പറഞ്ഞു വിട്ടതും പോരാ, കിട്ടിയോന്ന്. നീ എന്താ മോളെ വിളറിയിരിക്കുന്നത്? എന്തോ രക്തമയം ഇല്ലല്ലോ നിന്റെ ദേഹത്ത്. എന്തോ രക്തമയോ? ആ ശരിയാ മോളെ, നിനക്കാണെങ്കിൽ ഇപ്പം എന്തോ രക്തം കുറവാന്ന് തോന്നില്ല. നല്ല ഫുഡൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. എന്തോ അമ്മേ പറയുന്നത്? ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് എന്തെല്ലാം നല്ല ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇതിനപ്പുറം എന്തോ ഇനി കൊടുക്കണ്ടേ? വായിക്കാത്ത വെക്കാൻ കൊള്ളാത്ത കുറെ ഉണ്ടാക്കി വെക്കും. നിന്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞങ്ങൾ എല്ലാരും കഴിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ. നിനക്ക് മാത്രം എന്താ കുഴപ്പം? അവള് ദേഷ്യപ്പെട്ട് കയറി പോയത് കണ്ടില്ലേ? അവളുടെ സ്വഭാവത്തിന് ആകെപ്പാടൊരു മാറ്റമുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ പെട്ടുപോയി. ആ ഗ്രാനി അത് ഞങ്ങളെ വരുന്ന വഴിക്ക് ഞങ്ങളെ പിടികൂടി. ഞങ്ങൾ അതിന് രണ്ടു കഴിഞ്ഞ് ഒരു കുപ്പിക്കകത്തായി പോയി. എന്റെ പൊന്നെ പറയണ്ടോ ഒന്നും. അയ്യോ ഗ്രാനിയോ? അച്ഛാ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കുപ്പിക്കകത്താക്കി. ഗ്രാനി ആണെന്ന് ഓരോന്നൊക്കെ പറഞ്ഞ്. ഇന്ന് നോക്കിയപ്പോൾ ഗ്രാനിയെ കാണുന്നില്ല. ഗ്രാനി അപ്പൊ നേരിട്ട് വന്നോ മോനെ? വന്നമ്മേ, എന്റെ മോളാ കണ്ടത്. ഞാൻ കണ്ടില്ല. എന്റെ ബാക്കിലാണ് വന്ന് നിന്നത്. അപ്പൊ ഞങ്ങൾ കുപ്പിക്കകത്തായിരുന്നു. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. അത് കഴിഞ്ഞാൽ കുപ്പിയും കാണാനില്ല. പിന്നെ ഞങ്ങൾ ഓടി അവിടുന്ന്. നാളെ തന്നെ ഒരു ജോലിസിനെ കൊണ്ടുവരണം കേട്ടോ മോനെ. ശരി ചേട്ടാ, നാളെ തന്നെ ജോലിസിനെ കൊണ്ടുവരണേ. ഞാൻ ഇങ്ങനെ ചേച്ചി അടുത്ത് പോവാം. ഓ എന്നാലും അമ്മ ആ ഗ്രാനിയെ കൊണ്ട് ഒരു ശല്യമായല്ലോ. കിങ്ങിണി ചേച്ചി, അയ്യോ കിങ്ങിണി ചേച്ചി ഉറങ്ങിയോ? ഞാനാണെങ്കിൽ കളിക്കാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്നു ചേച്ചി വരാൻ വേണ്ടി. ചേച്ചി കിങ്ങിണി ചേച്ചി എഴുന്നേക്ക്, നമുക്ക് കളിക്കാം. ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്താണ് നിനക്ക്? ചേച്ചി എന്തിനു ദേഷ്യപ്പെടുന്നേ? ചേച്ചി നമുക്ക് കളിക്കാം. നിനക്ക് സമയം എത്രയെന്ന് അറിയാവോ? ഞാനെങ്കിൽ ജോലിയും ചെയ്ത് ക്ഷീണിച്ചാ വന്നത്. എനിക്ക് നിന്നോട് കളിക്കാനൊന്നും പറ്റത്തില്ല. പോയിക്കിട്ട് ഉറങ്ങടാ. കിങ്ങിണി ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. കിങ്ങിണി ചേച്ചി എന്നിട്ട് ഉറങ്ങുകയും ചെയ്ത് എന്റെ കൂടെ കളിക്കത്തില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങി അവൻ. നിനക്കെട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വാടാ. നീ അങ്ങനെ താഴെ കിടന്ന് ഉറങ്ങണ്ട. അയ്യോ കുട്ടു ഒച്ച എടുക്കുന്നത്. ചേട്ടാ എന്നെ കേട്ടാ? കുട്ടു അങ്ങ് അപ്പുറത്ത് ബഹളം വെക്കുന്നത്. എടി ഞാനും കേട്ടോ ഉറക്കത്തില് കുട്ടുമന്റെ ബഹളം. എന്തോ കുട്ടുമൻ നീ ബഹളം വെച്ചത്? ഞാനിപ്പോ ഒരു വിധം രക്ഷപ്പെട്ട്. ഞാനാണെങ്കിലേ ഉറങ്ങി കിടക്കുവായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ കിങ്ങിണി ചേച്ചിയാണെങ്കിൽ എന്നെ എനിക്ക് പൊക്കി എടുത്താണെങ്കിൽ ജനന്റെ മുകളിൽ കൊണ്ട് വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ എന്നെ ആണെങ്കിൽ ആരോ പറത്തിയാണെങ്കിൽ തല കീഴായിട്ട് ഈ ഭിത്തിയിലാണെങ്കിൽ തൂക്കിയിട്ട്. എന്നിട്ട് കിങ്ങിണി ഭയങ്കര ഉറക്കമൊന്നുമല്ലോ.
ഞാൻ കേട്ട എന്നെ കുറിച്ച് പറയുന്നത്. കൊട്ടു, നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? എന്നെ ഞാൻ എപ്പോഴാണ് മേളിൽ കയറ്റി വെച്ചത്? അയ്യോ, ചേച്ചിക്ക് ഇപ്പൊ ഓർമ്മയില്ലേ? ചേച്ചി എന്നെ കയറ്റി നല്ല മോളി വെച്ചത്. ഞാനപ്പോ ആകെന്ന് പറഞ്ഞ് എന്നെ ഇറക്കുന്നുണ്ട്. ചേച്ചി കേട്ടില്ലല്ലേ? ചേച്ചി എന്ത് വന്ന് കിടന്ന് ഉറങ്ങി. ഞാനാണെങ്കിൽ അവിടെ എല്ലാം പറഞ്ഞു നടക്കുമായിരുന്നു. എടി കിങ്ങിണി, നിനക്ക് എന്തോ പറ്റിയതാടി? നിനക്കെന്തോ ചെയ്യുന്നത് ബോധമില്ലേ? ഇതെല്ലാം എന്റെ വായിരിക്കുന്ന കേൾക്കാം കേട്ടോ. എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാല് ഞാൻ എന്താ ചെയ്യുന്നതാ? ഞാൻ ഇവിടെ മലയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതിന് വട്ട്. അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോനെ ഞങ്ങളുടെ റൂമിൽ കിടക്കാം. എനിക്ക് വേണ്ടി കിങ്ങിണി ചേച്ചിയുടെ കിടക്കാന്. ആ, കിങ്ങിണി ചേച്ചി പിടിച്ച് പുഴുങ്ങും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. നമുക്ക് നാളെ എന്തായാലും ജോത്സ്യനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ടാകാതെ എങ്ങനെ പോകും തിരുമേനി? അവരുടെ വീട്ടിൽ ഇരുന്ന് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചില ക്രിയകളൊക്കെ ഉള്ളതാ. ഇന്ന് അങ്ങനെ ചെല്ലാന്ന് പറഞ്ഞതാ. പിന്നെ വരുന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ തടസ്സമായി കാണുന്നത്. ഞാനെങ്കിൽ ഇപ്പൊ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി വർക്ക്ഷോപ്പുകാരെ. ആരും ഫോൺ എടുക്കുന്നതും ഇല്ല. അതാ ഞാൻ പറഞ്ഞത് തടസ്സം വന്ന്. ആ സ്വാമി ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. വണ്ടി ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം. സ്വാമിക്ക് എന്നെ മനസ്സിലായോ? ആ, ഇതാര്? ജോസൂട്ടിയോ? നിന്നെ എനിക്ക് പിന്നെ അറിയാതിരിക്കുവാടാ. അയ്യോ, നീ ഇപ്പൊ വലിയ അച്ഛനൊക്കെ ആയോ? ആ, അതെ സ്വാമി. ഞാനിപ്പോ എനിക്ക് ഫാദറായി. ഇപ്പൊ അങ്ങനെ ഒരുവിധമൊക്കെ പോകുന്നു. ഇതെന്താ രണ്ടുപേരും കൂടെ വണ്ടി കൂടെ നിർത്തി ഇവിടെ നിൽക്കുന്നേ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. സ്വാമി എങ്ങോട്ടാ? ഞാനാണെങ്കിൽ കിങ്ങിണി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീട്ടിലോട്ട് പോവാം. നിങ്ങൾക്കറിയാമോ പോലീസുകാരൻ? നമ്മുടെ മധു ഇല്ലേ? മധുവിൻ്റെ ഒക്കെ വീട്ടിലോട്ട്. അവിടെ ആണെങ്കിൽ ഗ്രാനി എന്ന് പറഞ്ഞ ഒരാളുടെ ശല്യമുണ്ട്. അപ്പോൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു. പോകുന്ന വഴിക്ക് അത് ഇപ്പം ഇങ്ങനെ തടസ്സം ഉണ്ടായത്. സ്വാമി, ഞാൻ അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മണി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇതുപോലെ ഗ്രാനിയുടെ ശല്യം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ഒഴിപ്പിച്ച് വിട്ടു കൊടുത്തതാ. പിന്നെ ഇപ്പം തൊട്ടപ്പുറത്ത് വീട്ടിൽ കയറിയത്. ആ, എന്നാ പിന്നെ അത് തന്നെ ആയിരിക്കും തൊട്ടപ്പുറത്ത് വീട്ടിൽ കയറിയത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടാ പോകുന്നത്. നീ വരുന്നുണ്ടോ ജോസൂട്ടി? സ്വാമി ഈ കാര്യത്തിലൊക്കെ വലിയ അഗ്രഗണ്യനല്ലേ. ഞാൻ പിന്നെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. പക്ഷെ നിന്റെ സഹായം എനിക്ക് വേണം. നീയും കൂടെ വന്നേ മതിയാവൂ. നമുക്കൊന്ന് എന്റെ ബൈക്കിൽ പോകാം. സ്വാമി വാ. സ്വാമി, ഞാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരെ കിട്ടുവാണെങ്കിൽ വണ്ടി നന്നാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മയ്ക്ക് ഇങ്ങനെ ഇനി നോക്കാൻ വേറെ ഒരാടവും ബാക്കിയില്ല. അവൾ ആ ചിഞ്ചുന്റെ വീട്ടിൽ പോയതായിരിക്കും ആന്റിയെ നോക്കാൻ വേണ്ടി. അല്ലാതെ വേറെ എവിടെ പോകാന്? ചേട്ടനും എന്നാ പറഞ്ഞത് അവിടെ തന്നെ ആയിരിക്കും പോയെന്ന്. ജോൽസിനെ വിളിക്കണം പറഞ്ഞിട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചിട്ടുണ്ടമ്മേ. ഇതേ രാവിലെ തന്നെ എത്തുന്നാ പറഞ്ഞത്. ജോത്സ്യൻ എത്തിന്നാ തോന്നുന്നേ. ആ, ഇത്ര രാവിലെ എത്തിയല്ലോ. ഇതിനു വേണ്ടിയിട്ട് ഈ വടക്കുള്ള മുറി തന്നെയാണ് ഉചിതമായിട്ടുള്ളത് കേട്ടോ. അതും തിരുമേനി പറഞ്ഞായിരുന്നല്ലോ വടക്കുള്ള മുറി അറേഞ്ച് ചെയ്തിടണമെന്ന്. അതാ ഞങ്ങൾ ഈ മുറി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടത്. ഈ ജോസൂട്ടി നിങ്ങൾക്ക് അറിയാമോ? ആ, ഞങ്ങൾക്ക് ഫാദറിനെ അറിയാം. ഫാദർ ആണെങ്കിൽ അന്ന് അപ്പുറത്തെ വീട്ടിൽ വന്നായിരുന്നില്ല, അമ്മയുടെ ഒക്കെ വീട്ടിൽ. ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അമ്മയുടെ ഒക്കെ വീട്ടിൽ വന്ന് അന്ന് എനിക്ക് ഗ്രാനിയൊക്കെ പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇവിടെ വന്നത്. ഇപ്പൊ എന്തായാലും പൂർണ്ണമായിട്ട് നമുക്ക് ഓടിക്കാം ഗ്രാനിയെ. എന്നാ ഇനിയിപ്പോ സമയം കളയണ്ട, യാഗം തുടങ്ങാം. എല്ലാരും ഈശ്വരനെ തന്നെ മനസ്സിൽ വിചാരിക്കണേ. ആ ശരി സ്വാമി. സ്വാമി ഇപ്പൊ മോളെ എവിടെന്ന് പറയാൻ പറ്റുമോ? മോളാണെങ്കിൽ ഒരു ആന്റി നോക്കണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അവരുടെ അടുത്താ. ഈ ആന്റി എന്ന് പറയുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാ യഥാർത്ഥ ഗ്രാനി. അയ്യോ, സത്യമാണോ പറയുന്നത്? സ്വാമി, അപ്പൊ എന്റെ മോളാക്കി ഇത്ര ദിവസം ആന്റി നോക്കാൻ പോയെന്ന് പറഞ്ഞത് ശുശ്രൂഷിക്കാനൊക്കെ പോയത് ആ ഗ്രാനിയായിരുന്നു. അതെ അതെ, ആ ഗ്രാനിയെ ശുശ്രൂഷിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. എന്താ സ്വാമി ആ ഗ്രാനിക്ക് പറ്റിയത്? എന്താ അവർക്ക് അസുഖം? ഗ്രാനിയുടെ അസുഖം എന്തോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ പൂജിച്ച് ഒരു അപ്പം കൊടുത്തായിരുന്നു അവർക്ക്, ഗ്രാനിക്ക്. ആ അപ്പം കഴിച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ ശക്തി ചോർന്ന് പോയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ക്ഷീണിച്ച് കിടക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും അവർക്ക് അസുഖബാധിതയായിട്ട് അവർ കിടക്കുന്നത്. ആ ഗ്രാനിയെ മോള് നോക്കാൻ പോയേക്കുന്നത്. ഇങ്ങനെയൊക്കെയാ ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ്. അയ്യോ, എന്റെ മോളിപ്പോൾ ഗ്രാനിയുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അയ്യോ, കിങ്ങിണി ചേച്ചി ആ ഗ്രാനി പിടിക്കത്തില്ലേ? അതിനല്ലേ ഞങ്ങൾ വന്നേക്കുന്നത്. ആരും ഒന്നും കൊണ്ട് ഭയക്കണ്ട. ഈ യാഗം ഒന്ന് കഴിയട്ടെ. എനിക്കതിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ എന്തോ പിടിച്ചു വലിക്കുക. എന്നെ അതുപോലെ തന്നെ എന്നെ എന്തോ പിടിച്ചു വലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? ആ ആ അയ്യോ, ഭയങ്കര മൂക്ക് എന്താ പറ്റിയത്? ആ ആ അയ്യോ, എന്നെ പുറകിലോട്ട് പിടിച്ചു വലിക്കുന്നു. ആ ആ ഹൈഡ് ഹൈഡ് ആൻഡ് സീക്ക്, ഹൈഡ് ആൻഡ് സീക്ക്. നിങ്ങളുടെ മകളെത്താറായി. ആരും നിങ്ങളുടെ മകളെ കണ്ട് പിന്നെ വിഷമിക്കരുത് കേട്ടോ. ആരും ഭയക്കും ചെയ്യരുത്. കാരണം മകളുടെ രൂപം ഇപ്പൊ അതുപോലെ. അയ്യോ, എന്താ പറ്റിയത് എന്റെ മൂക്ക്? ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ മകൾ വരുമ്പോഴേ? Where are you? Do you want to play hide and seek? I see you. അയ്യോ, മോളെ കണ്ടോ? അയ്യോ, ചേച്ചി കണ്ടോ? കുട്ടി ഇവിടെ വന്നിരിക്കൂ. ഇല്ല, ഹൈഡ് ആൻഡ് സീക്ക് ഇല്ല. അയ്യോ ചേട്ടാ, മോളെ കണ്ടോ? മിണ്ടരുത്. ഇവിടെ വന്നിരിക്കൂ കുട്ടി. ഹൈഡ് ആൻഡ് സീക്ക്.
നീ ഒഴിഞ്ഞു പോയാൻ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഇന്ന് ഭസ്മമാക്കും ഞങ്ങൾ. ഥും ദീവദവാ ദിസ്വദവാ ദിദതി ഥും ദപദാ ദിവദാ വിവാരദവാ ഫോ ഫോ ഫോ. അയ്യോ മോളെ. ആരും വിഷമിക്കണ്ട. ഇപ്പൊ ആ ഗ്രാനി ദേഹത്ത് വിട്ടുപോയതിന്റെ ഒരു ബോധക്കേടാ. ആരും പേടിക്കണ്ട. എന്റെ കയ്യിരിക്കുന്ന ഈ ഗ്രാനിയുടെ പറിച്ചിട്ടുണ്ടല്ലോ, ഇത് കൊണ്ട് ഒഴുക്കുള്ളത്തിൽ കളയണം. ഗ്രാനി ഇപ്പൊ വിട്ടുപോയ സ്വാമി. വിട്ടുപോകണമെങ്കിൽ ഈ മുഖം മൂടി കൊണ്ട് വെള്ളത്തിൽ കളയണം. ശരി ശരി, കൊണ്ട് കളയാം. ഇപ്പൊ തന്നെ നിങ്ങളുടെ മകൾ ഉണരും. പക്ഷെ പഴയ പോലെ തന്നെ ആയിരിക്കും, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാള്. ഇനി ഗ്രാനിയുടെ ഒരു ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. ആ ശരി സ്വാമി. ഞാൻ വലിയൊരു മയക്കത്തിലായിരുന്നു. ഇതാരാ? സ്വാമിയോ? സ്വാമി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇതെന്റെ കൂട്ടുകാരുടെ അച്ഛനല്ലേ? അതേ മോളെ, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് വെറുതെ ഇങ്ങോട്ട് കയറിയതാ. മോളെ കിങ്ങണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പം? എന്താ കുഴപ്പം? ഏയ്, ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട കേട്ടോ. സ്വാമിയുടെ ഫാദറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി ഫാദർ. ശരി സ്വാമി.